നിങ്ങളോട് ഇന്ന് രാത്രി ഈ അതിപ്രധാനമായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ദൈവം എനിക്കൊരു നിയോഗം തന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നെ നിങ്ങൾ ക്ഷണിച്ച് ഈ അവസരം നിങ്ങളോട് സംസാരിക്കാനായിട്ട് അനുവദിച്ചതിനും നിങ്ങളോടും എനിക്ക് ദൈവത്തോടെന്ന പോലെ തന്നെ നിങ്ങളോടും എൻ്റെ നന്ദി ഞാൻ പ്രാരംഭമായി പ്രകാശിപ്പിക്കുന്നു. ദൈവവുമായുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധവും അത് മുഖാന്തരം ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന നന്മകളും അതിനെക്കുറിച്ചാണ് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. രക്ഷ എന്ന് പറയുന്നത് ദൈവവുമായി നമുക്കുള്ള വ്യക്തിപരമായ ബന്ധമാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ ദൈവവുമായി വ്യക്തിപരമായ ബന്ധമുണ്ടായവർ ജീവിതത്തിൽ ഒരു രൂപാന്തരം, ട്രാൻസ്ഫർമേഷൻ സംഭവിച്ച് വ്യത്യസ്തമായ ഒരു പുതിയ ജീവിത ശൈലി അവലംബിക്കുന്നതാണ്. സോ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് a personal relationship with God and a new life that is produced in us as a result of that personal relationship with God. അതിനെക്കുറിച്ചാണ് ഇന്ന് രാത്രി നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പറയാനുള്ള സൗകര്യത്തിന് ഞാൻ ബൈബിളിലെ 3 വാക്യങ്ങൾ പ്രാരംഭമായിട്ടൊന്ന് വായിക്കാം. എന്നിട്ട് ആ ഭാഗത്തു നിന്ന് 3 വാക്കുകൾ, 3 വേർഡ്സ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ സത്യം, ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം, ആ ബന്ധത്തിൽ നിന്ന് ഉടലെടുക്കുന്ന അത്ഭുതകരമായ ധന്യമായ ജീവിതം, അതിനെക്കുറിച്ച് പറയുന്ന ബൈബിളിലെ ഒരു വാക്യം, ഒന്നല്ല 3 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28, 29, 30 വാക്യങ്ങൾ. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 11 വേഴ്സസ് 28, 29 and 30. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ നടത്തിയ ഒരാഹ്വാനം, ആൻ ഇൻവിറ്റേഷൻ ആണ് നാം ഇവിടെ വായിച്ചത്. എല്ലാവർക്കുമുള്ള ഒരാഹ്വാനം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ. All those who are burdened or heavy laden, all those who are laboring, come unto me. ആ വാക്യത്തിൽ നിന്ന് ഒരു വാക്ക് ഞാൻ എടുക്കുകയാണ്, കം, വരുവീൻ. രണ്ടാമത്തെ വാക്യം, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. ആ വാക്യത്തിൽ നിന്ന് 2 കീ വേർഡ്സ് ഒന്നെടുക്കുകയാണ്. എൻ്റെ നുകം ഏൽക്കുക. എൻ്റെ നുകം ഏൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് കീഴ്പ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഈൽഡ്, ഐ വാണ്ട് ടു യൂസ് ദ വേർഡ് ഈൽഡ് ഓർ സബ്മിറ്റ്, കീഴ്പ്പെടുക. മൂന്നാമത്, എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. പഠിപ്പീൻ എന്ന് പറഞ്ഞാൽ ലേൺ എന്നാണ് ആ വാക്ക്, ലേൺ. പുതിയ നിയമത്തിൽ, ബൈബിളിൽ, സുവിശേഷങ്ങളിൽ ലേൺ എന്നുള്ള വാക്കും ഡിസൈപ്പിൾ എന്നുള്ള വാക്കും, ഡിസൈപ്പിൾ എന്ന് പറഞ്ഞാൽ ശിഷ്യൻ, ഒരേ റൂട്ടിൽ നിന്നാണ് ഈ 2 വാക്കും വന്നിട്ടുള്ളത്. എ ഡിസൈപ്പിൾ ഈസ് എ ലേണർ. ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ കർത്താവിൽ നിന്ന് പഠിക്കുന്നവനാണ്. എ ഡിസൈപ്പിൾ ഈസ് എ ഫോളോവർ. ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഗുരുവിനെ അനുഗമിക്കുന്നവനാണ്, പിൻഗമിക്കുന്നവനാണ്. എന്നോട് പഠിപ്പീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ശിഷ്യനാകുവീൻ എന്നാണ്, എന്നെ അനുഗമിക്കുവീൻ എന്നാണ്. ഇവിടെ ലേൺ എന്ന വാക്കും ഡിസൈപ്പിൾ എന്ന വാക്കും ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ സെയിം റൂട്ടിൽ നിന്ന് വന്ന വാക്കുകളാണ്. അപ്പോൾ ഈ 3 വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ക്രമത്തിൽ വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാതെ മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. ഒന്നാമത്തെ വാക്ക് കം, എൻ്റെ അടുക്കൽ വരിക. രണ്ടാമത്തെ വാക്ക് സബ്മിറ്റ്, കീഴ്പ്പെടുക, ഈൽ, നിങ്ങളെ തന്നെ വിധേയപ്പെടുത്തുക. മൂന്നാമത്തെ വാക്ക് ഫോളോ, അനുഗമിക്കുക, ലേൺ ഓർ ബിക്കം മൈ ഡിസൈപ്പിൾ, എന്നിൽ നിന്ന് എന്നോട് പഠിക്കുക, അല്ലെങ്കിൽ എനിക്ക് ശിഷ്യപ്പെടുക. വരിക, കീഴ്പ്പെടുക, ശിഷ്യപ്പെടുക, അതാണ് 3 വാക്കുകൾ. കം, ഈൽഡ് ആൻഡ് ഫോളോ. ഈ 3 കാര്യങ്ങളിൽ ക്രിസ്തീയ ജീവിതം മുഴുവനും അടങ്ങിയിരിക്കുകയാണ്. എനിക്ക് വാസ്തവത്തിൽ വളരെ അതിശയം തോന്നിയിട്ടുണ്ട്. ഇത്ര ചെറിയ 3 വാക്യങ്ങളിൽ ക്രിസ്തീയ ജീവിതം മുഴുവനും യേശുക്രിസ്തു ഉള്ളടക്കം ചെയ്തിരിക്കുകയാണ്. ഈ വലിയ ആളുകൾക്ക്, മഹാന്മാർക്ക് മാത്രമേ
ചുരുക്കം വാക്കുകൾ കൊണ്ട് ഒത്തിരി കാര്യം പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരൊക്കെ ഒരു മണിക്കൂർ ഇല്ലെങ്കിൽ കാര്യമായിട്ടൊന്നും പറഞ്ഞു പിടിപ്പിക്കാനൊക്കെ ഇല്ല. 1 മണിക്കൂർ തന്നെ പോരാ. വളരെ സമയം വേണം ഒരു കാര്യം ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കൺവേ ചെയ്യാൻ, പറഞ്ഞ് മനസ്സിലാക്കാൻ, പറഞ്ഞ് അവതരിപ്പിക്കാൻ. എന്നാൽ മഹാന്മാരായ ആളുകൾക്ക്, വലിയ ആളുകൾക്ക് ചുരുക്കം വാക്കുകൾ കൊണ്ട് വളരെ കാര്യം അതിനകത്ത് കണ്ടൻസ് ചെയ്ത് അതിനകത്ത് കുത്തി നിറച്ച് വളരെ ചുരുക്കം വാക്കുകൾ കൊണ്ട്, ചുരുക്കം സമയം കൊണ്ട് അനേക കാര്യങ്ങൾ പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ഏറ്റവും മനോഹരമായ ഒരു ബൈബിൾ പാസേജ് ആണ് നമ്മളിപ്പോൾ വായിച്ചത്. യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള ഏറ്റവും മനോഹരമായ ചില സത്യങ്ങൾ എന്ന 3 വാക്കേ ഉള്ളൂ പ്രധാനമായി. വരിക, കീഴ്പ്പെടുക, അനുഗമിക്കുക. ഇതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഞാൻ ആ 3 വാക്കുകൾ ഇന്ന് രാത്രി നിങ്ങളോട് വിവരിക്കാനായിട്ട് പോകുകയാണ്. യേശുക്രിസ്തു പറയുകയാണ്, എൻ്റെ അടുക്കൽ നിങ്ങൾ വരണം. എന്താ വരിക എന്ന് പറഞ്ഞാൽ? ലിറ്ററലി, അക്ഷരാർത്ഥം, യേശുക്രിസ്തു ഇപ്പോൾ ഇവിടെ നിൽക്കുകയല്ലോ. ആത്മീകമായ സാന്നിധ്യം ഇവിടെ ഉണ്ടെങ്കിലും ഫിസിക്കലി കർത്താവ് ഇപ്പോൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഫിസിക്കലി നമുക്ക് കർത്താവിൻ്റെ അടുക്കൽ നടന്നു വരാൻ ഒക്കെയില്ല ഏതായാലും. അപ്പോൾ വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് പറയുമ്പോൾ ലോകത്തുള്ള സകല മനുഷ്യരും ഫിസിക്കലി യേശുവിന്റെ അടുക്കൽ നടന്നു വരണം എന്നാണോ അതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല. അങ്ങനെ ആരും മനസ്സിലാക്കുകയില്ലല്ലോ. വരിക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥമെന്ന് യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുള്ള വേറൊരു വാക്യത്തിലുണ്ട്. ബൈബിളിൽ തന്നെ ഈ വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന വേറൊരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അതും യേശു തന്നെ പറഞ്ഞതാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം. John chapter 6 and verse 35. These again are the words of the Lord Jesus. ശ്രദ്ധിക്കുക, യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കയുമില്ല. ആ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ? എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കയില്ല. അപ്പോൾ വരിക എന്നുള്ളത് ഇവിടെ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത് വിശ്വസിക്കുക എന്നാണ്. എൻ്റെ അടുക്കൽ വരിക, എന്നിൽ വിശ്വസിക്കുക, ഒരേ കാര്യമാണ്. അപ്പോൾ എൻ്റെ അടുക്കൽ വരിക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കം അൺടു മീ മീൻസ് എന്നിൽ വിശ്വസിക്കുക. പുട്ട് യുവർ ട്രസ്റ്റ് ഇൻ മീ. നിങ്ങളുടെ വിശ്വാസം എന്നിൽ അർപ്പിക്കുക, എന്നിൽ ശരണപ്പെടുക, എന്നിൽ ആശ്രയിക്കുക. അതാണ് വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അപ്പോൾ ക്രിസ്തു വിളിക്കുകയാണ് സകല മനുഷ്യരെയും. ആരെയാ വിളിക്കുന്നത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ള എല്ലാവരും. ഏത് അധ്വാനത്തിന്റെ കാര്യമാണാവോ ഇത് പറയുന്നത്? അരിച്ചാക്ക് ചുമക്കുകയും അല്ലെങ്കിൽ കരിങ്കല്ല് ചുമക്കുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള തൊഴിലാളികളെയാണോ ഈ വിളിക്കുന്നത്? അധ്വാനിക്കുക അല്ലെങ്കിൽ ഭാരം ചുമക്കുക എന്ന് പറയുമ്പോൾ അവരാണല്ലോ ഭാരം ചുമക്കുന്നത്. സിമന്റ് ചാക്കും അരിച്ചാക്കും ഒക്കെ ചുമക്കുന്ന ചുമട്ടു തൊഴിലാളികൾ, അല്ലെങ്കിൽ പറമ്പിൽ പണിയെടുക്കുന്ന, കഠിനാധ്വാനം വെയിലത്ത് ചെയ്യുന്ന അധ്വാനികൾ, അവരെയാണോ വിളിക്കുന്നത്? ഒബ്വിയസ്ലി നോട്ട്. അതല്ല അതിന്റെ അർത്ഥം. നമുക്കറിയാം, അങ്ങനെ കൂലിപ്പണിക്കാരെ എല്ലാം യേശു വിളിക്കുന്നു എന്നല്ല ഇതിന്റെ അർത്ഥം. മനുഷ്യൻ ശാരീരികമായി കഴിക്കുന്ന അധ്വാനത്തെക്കാൾ വലിയൊരു അധ്വാനം മനുഷ്യൻ കഴിക്കുന്നുണ്ട്. മനുഷ്യൻ ശാരീരികമായി, ഫിസിക്കലായി, ലിറ്ററലായി ചുമക്കുന്ന ഭാരത്തെക്കാൾ വലിയൊരു ഭാരം മനുഷ്യൻ ചുമക്കുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? ആത്മീകമായ ഭാരവും ആത്മീകമായ അധ്വാനവും. There is a burden that men and women carry, a burden that is heavier than any physical burden. That is the burden of sin, the burden of guilt feelings. മനുഷ്യൻ അക്ഷരപ്രകാരമുള്ള ഏതൊരു ഭാരത്തെക്കാളും വലിയൊരു ഭാരം ചുമക്കുന്നുണ്ട്. അത് പാപത്തിന്റെ ഭാരമാണ്. അരുതാത്ത കാര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതിനെ കുറിച്ചുള്ള കുറ്റബോധം, പാപത്തിന്റെ ഭാരം, അതാണ് മനുഷ്യൻ ചുമക്കുന്ന ഏറ്റവും വലിയ ഭാരം. മനുഷ്യൻ കഴിക്കുന്ന ഏറ്റവും വലിയ അധ്വാനം എന്താണെന്നറിയാമോ? ഈ പാപത്തിൽ നിന്ന്, കുറ്റബോധത്തിൽ നിന്ന്, ദുസ്വഭാവങ്ങളിൽ നിന്ന്, അശുദ്ധമായ ജീവിതശൈലിയിൽ നിന്ന് ഒരു മോചനം നേടണം, ഒരു വ്യത്യാസം വരണം. അതിനുവേണ്ടി മനുഷ്യൻ കഴിക്കുന്ന അധ്വാനമാണ് മനുഷ്യൻ കഴിക്കുന്ന ഏറ്റവും വലിയ അധ്വാനം. വേദപുസ്തകത്തിൽ തന്നെ ഈ ഭാരം
പാപത്തോട് ഉപമിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളുണ്ട്. ഞാനതിൽ ഒരു വാക്യം മാത്രം നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഭാരം എന്നുള്ളത് പാപത്തോട് ഉപമിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 38 സങ്കീർത്തനത്തിന്റെ 4 വാക്യം, Psalm 38 and verse 4. 38 സങ്കീർത്തനം 4 വാക്യം. അവിടെ ദാവീദ് പറയുകയാണ്, എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചുമടുപോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു. ഭാരമുള്ള ചുമടുപോലെ എന്റെ അകൃത്യങ്ങൾ, എന്റെ പാപങ്ങൾ എനിക്ക് അതിഘനമായിരിക്കുന്നു. ഒരു മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഭാരമെന്ന് പറയുന്നത് പാപത്തിന്റെ ഭാരമാണ്. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ കഴിക്കുന്ന ഏറ്റവും വലിയ അധ്വാനം എന്ന് പറയുന്നത് ആ ഭാരത്തിൽ നിന്ന് ആശ്വാസം നേടുവാൻ, വിടുതൽ പ്രാപിക്കാനായിട്ടുള്ള അധ്വാനമാണ്. ഇത് ലോകത്തിൽ മനുഷ്യനെ നോക്കിയാൽ കുറ്റബോധമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അവനെ മനപ്രയാസപ്പെടുത്തുന്ന കാര്യം. ചില വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലുള്ള ഒരു ജയിലിൽ കൗൺസിലിങ്ങിന് വേണ്ടി സന്ദർശിക്കാനായിട്ട് പോയ ചില ആളുകൾ സ്ത്രീകളുടെ വിങ്ങിൽ ഉള്ള ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീയുമായിട്ട് സംസാരിച്ചപ്പോ ആ സ്ത്രീ പറഞ്ഞ ഒരു കാര്യം, അവർ പറഞ്ഞു, ഞാൻ എൻ്റെ കുഞ്ഞിനെ, നവജാത ശിശുവിനെ ഉണ്ടായ ഉടനെ അതിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊന്നതാണ്. അതിനാണ് ഞാനിപ്പോൾ ഇവിടെ ജയിലിൽ കിടക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരങ്ങനെ ചെയ്തു. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞത്, ഞാൻ എപ്പോഴെല്ലാം കണ്ണടയ്ക്കുമോ അപ്പോഴെല്ലാം ഈ കുഞ്ഞിന്റെ മുഖം എൻ്റെ കണ്ണിന് മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്കുന്നില്ല. എൻ്റെ മനസ്സിൽ നിന്ന് ആ ചിത്രം മായ്ക്കാൻ ഒക്കുന്നില്ല. ഞാൻ ആ കുഞ്ഞിനെ കൊങ്ങയ്ക്ക് പിടിച്ചമർത്തി ആ കുഞ്ഞിനെ ഞാൻ കൊന്നു. പക്ഷേ ഞാൻ കണ്ണടയ്ക്കുമ്പോഴൊക്കെ ഈ കുഞ്ഞിന്റെ ചിത്രം എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്, ആ കുഞ്ഞിന്റെ മുഖം. അതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ ഒക്കുന്നില്ല. ഞാൻ ഒരു ഉദാഹരണം, ഇതുണ്ടായ സംഭവമാണ്, ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ ചുമക്കുന്ന ഏറ്റവും വലിയ ഭാരം എന്ന് പറയുന്നത് പാപത്തിന്റെ ഭാരമാണ്. ചില ആളുകള് ആ ഭാരം റിയലൈസ് ചെയ്യുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങളിൽ ചിലർ പറഞ്ഞേക്കാം, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പാപത്തിന്റെ ഭാരമൊന്നും തോന്നുന്നൊന്നുമില്ല, മനുഷ്യൻ ചുമക്കുന്ന ഏറ്റവും വലിയ ഭാരം ഇതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഭാരവും തോന്നുന്നില്ലല്ലോ എന്നൊരു പക്ഷേ പറഞ്ഞേക്കാം. തോന്നാത്തത് ഭാരം അവിടെ ഇല്ലാത്തത് കൊണ്ടല്ല, അത് സെൻസ് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് കോൺഷ്യസ് അല്ല, അതിനെക്കുറിച്ച് ബോധവാനല്ല എന്നുള്ളത് കൊണ്ടാണ്. ഒരാള് ഒരു ദിവസം 5 തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. തെറ്റായ കാര്യം എന്നുള്ളത് വേദപുസ്തക ഭാഷയിൽ പാപം എന്ന് പറയും. 5 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? തെറ്റായ ഒരു നോട്ടം, ഒരു സ്ത്രീയെ നോക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അസൂയയുടെ ഒരു ചിന്ത മനസ്സിൽ എന്റർടൈൻ ചെയ്യുന്നതായിരിക്കാം, അരുതാത്ത ദേഷ്യത്തിന്റെ ഒരു മനോഭാവം ഒരാളോട് പുലർത്തുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഡിസ്റെസ്പെക്ട്, ബഹുമാനമില്ലാത്ത നിലയിൽ ഒരാളോട് ഇടപെടുന്നതായിരിക്കാം. എന്തെങ്കിലും ആകട്ടെ, ചിന്തയാകാം, നോട്ടമാകാം, പ്രവൃത്തിയാകാം, എന്തെങ്കിലും. 5 കാര്യങ്ങൾ തെറ്റായിട്ട് വേദപുസ്തക ഭാഷയിൽ പാപമായിട്ട് ഒരാൾ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ദിവസം 5 കാര്യം ചെയ്താൽ, 5 അല്ല ചെയ്യുന്നത് കേട്ടോ, 5 ഞാൻ ഏറ്റവും മര്യാദയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. 5 അല്ല, വളരെയധികമാണ്. നേരം വെളുത്ത് എഴുന്നേക്കുന്നത് മുതൽ രാത്രി വരെ എത്ര തെറ്റുകളാണ്, ധാർമ്മിക ലംഘനങ്ങളാണ് നമ്മുടെ ചിന്തയിലും നോട്ടത്തിലും മനസ്സിലും മനോഭാവത്തിലും ഉണ്ടാകുന്നത്. മാതാപിതാക്കൾക്കെതിരായി, അധികാരികൾക്കെതിരായി, സ്നേഹിതർക്കെതിരായി, കൂടെ ജോലി ചെയ്യുന്നവർക്കെതിരായി എന്തെല്ലാം ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ വരാറുള്ളത്. ദേഷ്യത്തിന്റെ, പിണക്കത്തിന്റെ, അസൂയയുടെ, ഇറിറ്റേഷന്റെ എന്തെല്ലാം ചിന്തകൾ മനസ്സിൽ വരുന്നു. കണ്ണുകൊണ്ട് അരുതാത്തത് നോക്കുന്ന, മനസ്സുകൊണ്ട് അരുതാത്തത് ചിന്തിക്കുന്ന എന്തെല്ലാം തെറ്റുകൾ. 5 അല്ല, പക്ഷെ ഞാനൊരു മര്യാദയ്ക്ക് 5 പറഞ്ഞതേ ഉള്ളൂ. ആട്ടെ, 5 കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അയാള് ഒരു വർഷം അങ്ങനെ ചെയ്താൽ 365 ഗുണം 5 1825 ആയി അല്ലേ? ഒരു വർഷം. ഏറ്റവും മര്യാദക്കാരന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, ഏറ്റവും മര്യാദക്കാരന്റെ കാര്യം. അപ്പൊ ഒരു 10 വർഷമായാൽ അത് എത്രയാവും? 18,250. ഒരു 20 വർഷമായാൽ എത്രയാകും? 36,000, അല്ലെങ്കിൽ 36,000 ചിലവാനും 37,000 എന്ന് വെച്ചോളുക. അതൊരു 40 വർഷമാണെങ്കിൽ എത്രയാകും?
37 ഇൻറ്റു 2 74. അപ്പോ കുറച്ച് വർഷങ്ങൾ ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുന്ന അത്രയും കാലം അവൻ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ, മനസ്സിലും ചിന്തയിലും ഭാവത്തിലും ഒക്കെ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ തന്നെ നോക്കിയാൽ ഏകദേശം 100,000 തെറ്റുകൾ. അതാണ് ഞാൻ ഭാരമെന്ന് മുമ്പേ പറഞ്ഞത്. അതവൻ മറന്നുപോവുകയാണ്. ഇന്ന് പറഞ്ഞ നുണ മറന്നുപോയി, കാരണം നാളെ വേറെ നുണ പറയുകയാണല്ലോ. ഇന്ന് തെറ്റായിട്ട് ഒരാളെ നോക്കിയത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതങ്ങ് മറന്നുപോയി. പക്ഷേ നാളെ പിന്നെയും നോക്കുക. ഇന്ന് തെറ്റായി ചിന്തിച്ചത് വിട്ടുപോയി, മനസ്സിൽ നിന്ന് പോയി, എന്നാൽ നാളെ വേറെ ചെയ്യുകയാണ്. അങ്ങനെ എത്ര വർഷമായിട്ട് ചെയ്യുകയാണ്. നാം അത് മറന്നുപോയി, അതിനെക്കുറിച്ച് കോൺഷ്യസ് ആകുന്നില്ല. അതുകൊണ്ട് അതൊരു ഭാരമായിട്ട് തോന്നുന്നില്ല. എന്നാൽ ഓരോ പ്രാവശ്യവും ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു കല്ലെടുത്ത്, ഒരു ഇഷ്ടിക എടുത്ത് നിന്റെ തലയിൽ വെക്കുന്നതുമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ ഇന്ന് ഒരു തെറ്റ് ചെയ്തപ്പോൾ ഒരു ഇഷ്ടിക എടുത്ത് തലയിൽ വെച്ചു. വേറൊരു തെറ്റ് ചെയ്തപ്പോ വേറൊരു ഇഷ്ടിക എടുത്ത് തലയെ വെച്ചു. ഭാര്യയോട് കോപിച്ചു തെറ്റായിട്ട്, അപ്പൊ വേറൊരു ഇഷ്ടിക എടുത്ത് തലയെ വെച്ചു. തെറ്റായിട്ട് ഒരാളെ നോക്കി, വേറൊരു ഇഷ്ടിക എടുത്ത് തലയെ വെച്ചു. മോശമായൊരു വാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, വേറൊരു ഇഷ്ടിക എടുത്ത് തലയെ വെച്ചു. ഒരു ദിവസം കൊണ്ട് തന്നെ തല പൊട്ടിപ്പോവും അല്ലെ? അങ്ങനെ 20 വർഷം, 30 വർഷം, 40 വർഷം ഭാരം അത് മറന്നു കളയുകയാണ്. അത് നമ്മൾ ഓർക്കുന്നില്ല. എന്തെല്ലാം തെറ്റുകൾ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്നു എന്നുള്ളത് ഓർക്കുന്നില്ല. വേദപുസ്തകം വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്, സകല മനുഷ്യരും ദൈവത്തിന്റെ മുൻപാകെ തെറ്റുകാരാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി. ഞാനും നിങ്ങളും, നാം എല്ലാവരും തെരഞ്ഞെടുക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചത് മുതൽ, അതായത് തെരഞ്ഞെടുപ്പിനുള്ള പ്രായമായപ്പോൾ മുതൽ, തീരെ കൊച്ചായിരിക്കുമ്പോൾ ഒന്നും അറിയത്തില്ല, എന്നാൽ അല്പം വളർന്നു, ശരിയും തെറ്റും തെരഞ്ഞെടുക്കാൻ നമുക്ക് പ്രായം ലഭിച്ചത് മുതൽ ഇന്ന് വരെ നിങ്ങളിൽ പലർക്കും 20 വയസ്സോ 30 വയസ്സോ 35 വയസ്സോ 15 വയസ്സോ ഒക്കെ ആയിരിക്കുമല്ലോ ഇവിടെ ഇരിക്കുന്നവരിൽ മിക്കവാറും പേർക്ക്. നിങ്ങൾ ഓർത്തു നോക്കി, ആദ്യത്തെ ചില വർഷങ്ങളെങ്കിൽ വിട്, ബാക്കി ശരിയും തെറ്റും തെരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിവ് ലഭിച്ച ആ സമയം മുതൽ ഈ കഴിഞ്ഞ കാലം അത്രയും എത്ര ലംഘനങ്ങൾ, എത്ര തെറ്റുകൾ നിങ്ങൾ ചെയ്തു. ഞാനൊരിക്കൽ മധ്യപ്രദേശിൽ ഒരു പബ്ലിക് ഗ്രൗണ്ടിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ, ആ പ്രസംഗം കഴിഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ, ഒരു 18 വയസ്സ് കാണും, സാറിനോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. സ്റ്റീഫൻ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ ഈ സ്റ്റീഫൻ പറഞ്ഞു, സാറേ, ഞാനൊരു പാപിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചിരുന്ന ലോകത്തിൽ എല്ലാവരും പാപികളാണെന്നാണ്. ഒരു പാപവും ചെയ്യാത്ത ഒരാൾ മധ്യപ്രദേശിലുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. അപ്പൊ അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാർ, ഐ ഡോണ്ട് തിങ്ക് ഐ എം എ സിന്നർ. അപ്പൊ ഞാൻ അവനോടൊരു ചോദ്യം ചോദിച്ചു. ദൈവം ആ സമയത്ത് ഒരു ബുദ്ധി എന്നാണ് അങ്ങനെ ചോദിക്കാൻ. ഞാൻ അവനോട് ചോദിച്ചു, സ്റ്റീഫൻ, നിന്റെ ജീവിതത്തെ കുറിച്ചൊരു വിധി പറയാൻ ഞാൻ നിന്നെ തന്നെ ജഡ്ജി ആയിട്ട് ഇരുത്താൻ പോവുക. നിന്റെ ജീവിതത്തെ കുറിച്ചൊരു വിധി പറയാൻ നീ തന്നെയാണ് ജഡ്ജി, പ്രതിയും നീ തന്നെയാണ്. അപ്പോ നിന്റെ ജീവിതത്തെ നോക്കി ജഡ്ജിയായ നീ, ന്യായകർത്താവായ നീ ഇങ്ങനെ പറയണം. ഈ നിൽക്കുന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ വർഷം അത്രയും തെറ്റാണെന്ന് തനിക്കറിയാവുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഇത്രയും വർഷം ലോകത്തിൽ ജീവിച്ചിട്ട് തെറ്റാണെന്ന് ബൈബിൾ പറയുന്നതല്ല, ദൈവം പറയുന്നതല്ല, തെറ്റാണെന്ന് അവന് തന്നെ അറിയാവുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിടുന്നു എന്ന് നിന്റെ ജീവിതത്തെ നോക്കി ഒരു വെർഡിക്റ്റ് നീ ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ അവനിങ്ങനെ കുറച്ചുനേരം ഇങ്ങനെ മിണ്ടാതിരുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, സർ, ഐ തിങ്ക് ഐ എം എ സിന്നർ. ഞാൻ പാപിയാന്നാ തോന്നുന്നേന്ന്. എൻ്റെ പൊന്നെ, പാപിയാന്ന് തോന്നാൻ ഇംഗ്ലീഷ് പഠിക്കണോ? PhD പാസ്സാകണോ? പാപിയാണെന്നറിയാൻ നെഞ്ചത്തൊന്ന് കൈവച്ചാൽ മതിയല്ലോ. കാരണം ചെറുപ്പം മുതൽ തെറ്റാണെന്ന് നിനക്കറിയാവുന്ന, ബൈബിൾ പറയുന്നതോ ദൈവം പറയുന്നതോ ഒന്നുമല്ല, അത് ബൈബിൾ പറയുന്നതെന്ന് എനിക്ക് വിഷയമല്ല, ദൈവം പറയുന്നതെന്ന് ഞാൻ കേൾക്കുന്നില്ലെന്ന് ഒരു പക്ഷെ നീ പറഞ്ഞേക്കാം. ആകട്ടെ, അങ്ങനെയാണെങ്കിൽ തന്നെ നിന്റെ തന്നെ മനസാക്ഷിയിൽ തെറ്റാണെന്ന് നിനക്ക് തന്നെ അറിയാവുന്ന എത്രയോ കാര്യങ്ങൾ നീ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? സ്റ്റീഫനെ പോലെ പറയാൻ ധൈര്യമുള്ള, സ്റ്റീഫനും ധൈര്യപ്പെട്ടില്ല ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ. ഈ ലോകത്തിൽ ഒരൊറ്റ മനുഷ്യനുമില്ല. നുണ പറഞ്ഞപ്പോ, മമ്മിയോട് നുണ പറഞ്ഞപ്പോ, ഇത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ പറഞ്ഞേ? അല്ലെ തെറ്റാണെന്ന് അറിയാതെയാണോ നുണ പറഞ്ഞേ? അല്ല, നുണ പറഞ്ഞപ്പോ ഈ പറയുന്നത് ഇങ്ങനെയല്ല, ഇത് നുണയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഒരു ചെറിയ ഉദാഹരണം മാത്രം. അങ്ങനെ എത്രയോ എത്രയോ കാര്യങ്ങൾ, തെറ്റായ ചിന്തകൾ മനസ്സിൽ എന്റർടൈൻ ചെയ്തപ്പോ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ചിന്ത നല്ലതല്ല,
ഇത് മോശം ചിന്തയാണ്, ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല, പക്ഷെ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ ഒക്കുന്നില്ല, ദേഷ്യം അങ്ങോട്ട് വരിക. ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം, പക്ഷേ മനസ്സിൽ അങ്ങ് അരിശം വരിക, നിനക്ക് തന്നെ അറിയാൻ തെറ്റാണെന്ന്. അങ്ങനെ എത്രയോ എത്രയോ കാര്യങ്ങൾ തെറ്റാണെന്ന് നമുക്ക് തന്നെ അറിയാവുന്ന, നമ്മുടെ തന്നെ മനസാക്ഷി നമ്മോട് പറയുന്ന എത്ര കാര്യങ്ങൾ ബാല്യം മുതൽ നാം ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ അതിശയം തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്. നാം ശരിയല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസാക്ഷി നമ്മെ കുറ്റപ്പെടുത്തും. മനസാക്ഷി കുറ്റപ്പെടുത്തുമെന്ന് മാത്രമല്ല, നമ്മുടെ ശരീരവും അത് വിളിച്ചു പറയും. നാം ഒരു നുണ പറയുമ്പോൾ ആദ്യത്തെ നുണയ്ക്ക് അത്ര തോന്നിയെന്ന് വരികയില്ല, എന്നാൽ പിന്നീട് നിങ്ങളെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ, ആ വിഷയത്തെക്കുറിച്ച് ഇന്ററഗേഷൻ നടത്തിയാൽ, ഓരോ പ്രാവശ്യം നുണ പറയുമ്പോഴും നിങ്ങളുടെ ശരീരം നിങ്ങൾക്കെതിരെ പ്രതികരിക്കും. നുണ പറയുമ്പോൾ മുഖത്തേക്ക് രക്തം ഇരച്ച് കയറും, മുഖം ചുമക്കും, ഹാർട്ട് ബീറ്റ് കൂടും. അങ്ങനല്ലേ ഈ പോലീസുകാരൊക്കെ മനസ്സിലാക്കുന്നേ? നുണയാണോ പറയുന്നത് അല്ലയോ എന്ന് ഒരു യന്ത്രം നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ നുണയാ പറയുന്നതെങ്കിൽ പ്രഷറിൽ വ്യത്യാസം ഉണ്ടാകും, ബ്ലഡിന്റെ സർക്കുലേഷനിൽ വ്യത്യാസം ഉണ്ടാകും, ഹാർട്ട് ബീറ്റിൽ വ്യത്യാസം ഉണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, ഈ വ്യത്യാസം ആരാ വരുത്തുന്നേ? നീ എവിടാ പോയിരുന്നേ? അതേ ട്യൂഷൻ ഉണ്ടായിരുന്നു ഇന്ന്. ട്യൂഷനോ? സിനിമയ്ക്കല്ലേ പോയിരുന്നേ? നിന്നെ കണ്ടായിട്ട് ഒരാൾ എന്നോട് പറഞ്ഞല്ലോ, അപ്പൊ കുടുങ്ങി. സിനിമ കോട്ടയുടെ അതിലേ പോയെന്നേ ഉള്ളൂ. അടുത്ത നുണ. പക്ഷേ നിന്നെ കണ്ടതായിട്ടൊരാൾ പറഞ്ഞല്ലോ, അത് മഴ പെയ്തപ്പോ അതിന്റെ വാതിക്കെ ഓടി കയറി നിന്നേ ഉള്ളൂ. അപ്പോ ഓരോ പ്രാവശ്യവും നീ ഇത് ഓർത്തോർത്ത് പറയുമ്പോ നിന്റെ ഹൃദയമിടിപ്പ് കൂടുകയാണ്. ഡാഡി ഇത് ചോദിക്കുമ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ ഹൃദയമിടിപ്പ് ആരാ കൂട്ടുന്നേ? പോലീസുകാരൻ നിന്നോട് ചോദ്യം ചോദിക്കുകയാണ് നീ ചെയ്ത തെറ്റിനെ കുറിച്ച്. അന്ന് രാത്രി നീ ആ വഴി നടന്നു പോയായിരുന്നോ? ഇല്ല സാറേ, ഞാൻ അതുവഴി അങ്ങ് പോയില്ല. പക്ഷേ ആ അടുത്ത കടയിലെ CCTV ക്യാമറയിൽ നിന്നെ കാണാമല്ലോ, അതെന്നെ പോലെയുള്ള ഒരാളാ, ഞാനല്ല എന്ന് വേണ്ട. ഓരോ ചോദ്യത്തിനും നീ സൂത്ര മറുപടി പറയുമ്പോൾ നിന്റെ പ്രഷറിൽ വ്യത്യാസം വരിക. ഞാൻ ചോദിക്കട്ടെ, ആരാ ഈ പ്രഷർ വ്യത്യാസം വരുത്തുന്നത്? നീ വരുത്തുകയാണോ? ഞാൻ എൻ്റെ പ്രഷർ ഇപ്പോൾ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞ് പ്രഷർ ചെയ്യുന്നതാണോ? ബ്ലഡ് പ്രഷർ ചേഞ്ച് ചെയ്യുന്നത് അല്ല. എൻ്റെ ഹാർട്ട് ബീറ്റ് അടുത്ത 5 മിനിറ്റ് ഞാനിപ്പോൾ കൂട്ടാൻ പോകുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ കൂട്ടുന്നതാണോ? അല്ല. പിന്നെ ആരാ അത് കൂട്ടുന്നത്? ദൈവം മനുഷ്യരെ ഉണ്ടാക്കിയത് തെറ്റ് ചെയ്യാനല്ല, ദൈവവുമായുള്ള സ്നേഹകൂട്ടായ്മയിൽ ജീവിക്കാനാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. അതിൽ നിന്ന് വ്യത്യസ്തമായി നീ എന്തെങ്കിലും ചെയ്താൽ നിന്റെ ശരീരം തന്നെ അതിനെതിരെ പ്രതികരിക്കുകയാണ്. നിന്റെ മനസാക്ഷി പറയും, ചങ്ങാതി ഇത് പറയുന്നത് ശരിയല്ലല്ലോ, നുണയാണല്ലോ, വെറുതെ എന്തിനാ ഈ കളിപ്പീര് പറയുന്നതെന്ന് മനസാക്ഷി നിന്നോട് മൈക്ക് വെച്ച് വിളിച്ച് പറയുന്നുണ്ട്. എന്നാൽ അത് കൂടാതെ നിന്റെ ശരീരവും നിന്നോട് പറയുകയാണ്, ഈ പറയുന്നത് കള്ളമാണല്ലോ, ഇത് ശരിയല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോ തെറ്റ് ചെയ്യാനല്ല ഉണ്ടാക്കിയത്. അതുകൊണ്ട് നീ തെറ്റായൊരു കാര്യം പറയുമ്പോൾ നിന്റെ ശരീരം തന്നെ അബ്നോർമലായിട്ട് വർക്ക് ചെയ്യുകയാണ്. നിന്റെ ഹാർട്ട് ബീറ്റ് കൂടുകയാണ്, നിന്റെ പ്രഷർ വർദ്ധിക്കുകയാണ്, നിന്റെ മുഖം ചുമക്കുകയാണ്, നിനക്ക് തൊണ്ട വെള്ളം പറ്റിപ്പോകുന്നത് പോലെ തോന്നുക. ഇതൊക്കെ ആരാ ചെയ്യുന്നേ? ദൈവം തമ്പുരാൻ മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്ന അങ്ങനെ. അതുകൊണ്ട് ഒരു മനുഷ്യനും ദൈവമുൻപിൽ രക്ഷപ്പെടാനൊക്കെ ഇല്ല. നിന്റെ മനസാക്ഷി, നിന്റെ ശരീരം തന്നെ നിന്നോട് പറയുകയാണ് നീ തെറ്റുകാരനാണെന്ന്. ഞാൻ മടങ്ങി വരട്ടെ. സ്റ്റീഫനോട് ചോദിച്ച പോലെ ബാല്യം മുതൽ ഇതുവരെ ശരിയാണെന്ന് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ? നമുക്കെല്ലാവർക്കും ഉത്തരം അറിയാം, അല്ല. തെറ്റാണെന്ന് അറിയാവുന്ന അനേക കാര്യങ്ങൾ നാം എല്ലാവരും ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. All of us are equally guilty before a holy God for breaking his moral laws. ദൈവം വെച്ചിരിക്കുന്ന ധാർമ്മിക പ്രമാണങ്ങളെ ലംഘിച്ചവരാണ് എല്ലാ മനുഷ്യരും. ഈ ലോകത്തിൽ ഒരൊറ്റ ആള് പോലും അങ്ങനെ അല്ലെന്ന് പറയാൻ പറ്റുകയില്ല. അതിൻ്റെ സം ടോട്ടലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിൻ്റെ ആകത്തുക, ആ ആകത്തുക ഒരു കല്ല് പോലെ നീ തലയിൽ കെട്ടി തൂക്കിയാൽ നിന്റെ നടു ഒടിഞ്ഞു പോകും. എന്നാൽ പലരും ഇത് മറന്നു പോകുന്നതുകൊണ്ട് ഇത് ഭാരമായിട്ട് തോന്നുന്നില്ലെന്നേ ഉള്ളൂ. ഇന്നലെ 5 വർഷം മുമ്പ് പറഞ്ഞ നുണയല്ല ഇപ്പൊ ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ. 2 വർഷം മുമ്പ് ആരോടൊക്കെ ദേഷ്യപ്പെട്ടു, അത് ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ.
3 വർഷം മുമ്പ് എന്തെല്ലാം മോശമായ കാര്യങ്ങൾ നിന്റെ ഇന്റർനെറ്റിലും ടിവിയിലും, ഇത് കാണണ്ട, ഇത് അശുദ്ധമാണ്, ഇത് വേറെ ആരെങ്കിലും കണ്ടാൽ കുഴപ്പമാണ്, ഡാഡിയും മമ്മിയും കാണാൻ പാടില്ല എന്നറിഞ്ഞ് ഒളിച്ചും പാത്തും നീ കണ്ടു. നീ അതെല്ലാം മറന്നുപോയി. പക്ഷേ ദൈവത്തിന്റെ കണക്കിൽ അതെല്ലാം ഉണ്ട്. അത് നിനക്കെതിരെ ഒരു ഭാരമായിട്ടിരിക്കുക. ചിലർ അതിനെക്കുറിച്ച് വളരെ കോൺഷ്യസ് ആണ്, ചിലർ കോൺഷ്യസ് അല്ല. മനുഷ്യൻ ചുമക്കുന്ന ഏറ്റവും വലിയ ഭാരം പാപത്തിന്റെ ഭാരം. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്തെല്ലാം മാർഗങ്ങൾ. ചിലർ മതത്തെ ആശ്രയിക്കും, ചിലർ മയക്കുമരുന്നിനെ ആശ്രയിക്കും, ചിലർ സെക്സിൽ ആശ്രയിക്കും, ചിലർ സിനിമയിൽ ആശ്രയിക്കും, ചിലർ മറ്റു കാര്യങ്ങളൊക്കെ ആശ്രയിക്കും. അതുകൊണ്ടൊന്നും ഈ കുറ്റബോധം മായുകയില്ല. അതുകൊണ്ടൊന്നും ഈ പാപ സ്വഭാവത്തിന് വ്യത്യാസം വരികയില്ല. യേശുക്രിസ്തു വിളിക്കുകയാണ്, പാപഭാരം ചുമക്കുന്നവരെ, അധ്വാനിക്കുന്നവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരിക. എൻ്റെ അടുക്കൽ വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പുട്ട് യുവർ ട്രസ്റ്റ് ഇൻ മീ. നിന്റെ വിശ്വാസം എന്നിൽ അർപ്പിക്കുക, എന്നെ വിശ്വസിക്കുക. എന്തുകൊണ്ടാണ് ക്രിസ്തു അങ്ങനെ പറഞ്ഞത്? എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നാ പറഞ്ഞത്, അല്ലേ? ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഏത് കാര്യമാണോ നിനക്ക് ഭാരമായിരിക്കുന്നത്, ആ ഭാരമുള്ള വിഷയം ഞാൻ മാറ്റി നിനക്ക് ആശ്വാസം തരും. വളരെ വലിയ ചുമട് ചുമക്കുന്ന ഒരാളെ എങ്ങനെ ആശ്വസിപ്പിക്കാൻ പറ്റും? അയാളെ ആശ്വസിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ആ ചുവടെടുത്ത് മാറ്റുക എന്നുള്ളതാണ്, ചുമടെടുത്ത് മാറ്റുക എന്നുള്ളതാണ്. എപ്പോഴാണ് നമുക്ക് ആശ്വാസം ലഭിക്കുന്നത്? ഈ വലിയ അധ്വാനത്തിനൊരു അറുതി വരുമ്പോൾ, നമ്മുടെ വലിയ ഭാരം നീങ്ങിക്കിട്ടുമ്പോൾ നമുക്ക് വലിയ ആശ്വാസം വരികയാണ്. പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്നുള്ള ആശ്വാസം. ദ റെസ്റ്റ് ഓഫ് സിൻസ് ഫോർഗിവൻ. യേശുക്രിസ്തു വിളിക്കുന്നു, എൻ്റെ അടുക്കൽ വരിക. ഞാൻ ഒരു കാര്യം കൂടെ ആ വരിക എന്നുള്ള വാക്കിനോട് ചേർത്ത് പറയട്ടെ. അങ്ങനെ വിളിക്കാനുള്ള യേശുക്രിസ്തുവിന്റെ ക്വാളിഫിക്കേഷൻ എന്താ? എന്തുകൊണ്ടാണ് വേറെ ആരും വിളിക്കാത്തത്? എന്തുകൊണ്ടാണ് വേറെ ആരും പറയാത്തത്? നിങ്ങളുടെ പാപമായിട്ട് എൻ്റെ അടുക്ക വരിക, ഞാൻ ആശ്വസിപ്പിക്കാമെന്ന് ലോകത്തിൽ ഒരൊറ്റ മനുഷ്യനും പറഞ്ഞിട്ടില്ല, ഇന്ന് പറയുന്നുമില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അങ്ങനെ പറയാനുള്ള ഒരു സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ യേശുക്രിസ്തുവിനുണ്ട്. ആ ക്വാളിഫിക്കേഷൻ നമ്മുടെ പാപങ്ങളെ ചുമക്കുവാൻ ലോകത്തിൽ വന്നവനാണ് ക്രിസ്തു. ക്രിസ്തു മാത്രമേ നമ്മുടെ പാപങ്ങളെ നമുക്ക് വേണ്ടി ചുമന്നൊഴിച്ചിട്ടുള്ളൂ. യേശുക്രിസ്തു ലോകത്തിൽ ജനിക്കുന്നതിന് ഏകദേശം 700 വർഷം മുമ്പ് എഴുതിയ ഒരു പ്രവചന ഗ്രന്ഥമാണ് യെശയ്യാവിന്റെ പ്രവചനം. അതിന്റെ 53-ാം അധ്യായത്തിൽ ഇങ്ങനെ മശിഹായെക്കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ധാരാളം വാക്യങ്ങളുണ്ട്. അതിൽ 6-ാം വാക്യം മാത്രം ഞാനൊന്ന് വായിക്കുന്നു. ഐസയ്യാ 53:6. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. നാം എല്ലാവരും തെറ്റുകാരായിരുന്നു, എന്നാൽ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം എന്ന് പറഞ്ഞാൽ തെറ്റ്, പാപം യേശുക്രിസ്തുവിന്റെ മേൽ ചുമത്തപ്പെട്ടു. യോഹന്നാൻ സ്നാപകൻ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട് പറയാണ്, അതാ നോക്കൂ, ബിഹോൾ, ലോകത്തിന്റെ പാപത്തെ മുഴുവനും ചുമക്കാൻ വന്ന ആളാണ് നടന്നു പോകുന്നത്. ലോകത്തിൽ വേറെ ആരെയെങ്കിലും കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപത്തെ ചുമക്കാൻ വന്നയാള് ആരെയും കേട്ടിട്ടില്ല. സ്വാതന്ത്ര്യം നേടിത്തരാൻ, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ അധ്വാനിച്ച ആളെന്നൊക്കെ പറയാം, നമ്മെ പഠിപ്പിച്ച ആളെന്ന് പറയാം. പക്ഷേ ഇത് ലോകത്തിൽ ഒരു മനുഷ്യനെ കുറിച്ചും പറയാൻ സാധിക്കയില്ല. പാപത്തിന്റെ ഭാരം ചുമക്കുവാൻ വന്നയാള്. തീർന്നില്ല. പത്രോസ്ലീഹ തന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. യേശുക്രിസ്തു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ലോകത്തിൽ വേറെ ഒരു മഹാനെ കുറിച്ചും ഒരു തത്വചിന്തകനെ കുറിച്ചും പറഞ്ഞിട്ടില്ലാത്ത വലിയൊരു സത്യം ക്രിസ്തുവിനെ കുറിച്ച് മാത്രം പറഞ്ഞിരിക്കുകയാണ്. അതെന്താണെന്നറിയാമോ? സകല മനുഷ്യവർഗത്തിന്റെയും പാപം ചുമക്കുവാനാണ് അവൻ വന്നത്. നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ടാണ് യേശു ക്രൂശന്മേൽ കയറിയത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ എല്ലാവരുടെയും പാപത്തിന് നീതിമാനും വിശുദ്ധനുമായ ദൈവത്തിൽ നിന്ന് നാം അനുഭവിക്കേണ്ട ശിക്ഷ നമുക്ക് പകരം സഹിക്കുവാനാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ഇന്ന് രാത്രി അതാണ് രക്ഷയുടെ സന്ദേശം.
ദാറ്റ് ഈസ് ദ മെസ്സേജ് ഓഫ് സാൽവേഷൻ. തെറ്റുകാരനായ മനുഷ്യ, പാപിയായ മനുഷ്യ, നിന്റെ തന്നെ മനസാക്ഷി, നിന്റെ തന്നെ കഴിഞ്ഞ കാലം നിന്നോട് പറയുന്നു അരുതാത്ത അനേക കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ നിന്റെ സകല തെറ്റുകൾക്കും നീ ശിക്ഷിക്കപ്പെടേണ്ടതിന് പകരം ആ ശിക്ഷ സ്വയം ഏറ്റെടുക്കുവാൻ മനുഷ്യനായി വന്ന ദൈവമാണ് യേശു ക്രിസ്തു. പാപത്തിന്റെ ശിക്ഷ എന്താണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. മരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള നിത്യമായ വേർപാട് എന്നാണ് അർത്ഥം. Eternally cast away from the presence of God, never to be able to come back to God again. ദൈവത്തിങ്കലേക്ക്, നിന്റെ സൃഷ്ടാവായ ദൈവത്തിങ്കലേക്ക് ഒരു ബന്ധം സ്ഥാപിച്ച് ഇനി ഒരിക്കലും മടങ്ങി വരുവാൻ ഇടയാകാതെ വണ്ണം ദൈവത്തിൽ നിന്ന് എന്നേക്കും കൈവിടപ്പെടുക, ദൈവത്തിൽ നിന്ന് എന്നേക്കും ദൂരെയാക്കപ്പെടുക, ദൈവത്താൽ ത്യജിക്കപ്പെടുക, ബീയിങ് forsaken of God. അതാണ് പാപത്തിന്റെ ശിക്ഷ. പാപം ചെയ്തിട്ടുള്ള സകല മനുഷ്യർക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ അതാ. ബൈബിൾ വളരെ വ്യക്തമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. അവർ നിത്യ നരകത്തിൽ. നരകം എന്ന് പറയുന്നത് കേവലം പുഴുവുണ്ട്, തീയുണ്ട് എന്ന് മാത്രമല്ല, അതൊക്കെ ശരിയാണ്. എന്നാൽ നരകത്തിൽ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് hell is the only God forsaken place. ദൈവത്താൽ കൈവിടപ്പെട്ട ഏക സ്ഥലം നരകമാണ്. ബാക്കി എല്ലായിടത്തും, കേരളത്തിന്റെ, ഇന്ത്യയുടെ ഏതെങ്കിലും മൂലയിലൊക്കെ ട്രാൻസ്ഫർ കിട്ടിയ ആളുകൾ പറയും ഐ ബീൻ പോസ്റ്റഡ് ഇൻ എ ഗോഡ് ഫോർസേക്കൻ പ്ലേസ്. ദൈവം പോലും കൈവിട്ട സ്ഥലത്തേക്ക് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയിരിക്കാന്ന്. അങ്ങനെ ഒരു സ്ഥലവും ഭൂമിയിലില്ല. ദൈവത്താൽ ത്യജിക്കപ്പെട്ട ഒരു സ്പോട്ടും ഭൂമിയിലില്ല. ബട്ട് there is one place that can be rightly called God forsaken place, and that is hell. ദൈവത്താൽ ത്യജിക്കപ്പെട്ട ഒരു സ്ഥലമുണ്ട്. പാപം ചെയ്തിട്ടുള്ള, ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിച്ചിട്ടുള്ള സകലർക്കും ദൈവം വെച്ചിരിക്കുന്ന ശിക്ഷ ആ നിത്യ നരകമാണ്. ദൈവത്താൽ എന്നേക്കും കൈവിടപ്പെട്ടു പോവുക. പ്രിയപ്പെട്ടവരെ, ആ വേദന, ദൈവത്താൽ എന്നേക്കും കൈവിടപ്പെട്ട് നിത്യനരകത്തിൽ നിങ്ങളും ഞാനും അനുഭവിക്കേണ്ട ആ വേദന നമുക്ക് പകരം നമ്മുടെ സ്ഥാനത്ത് നമ്മുടെ പാപങ്ങളെ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി സഹിച്ചതാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ഭയങ്കരമായൊരു നിലവിളിച്ചതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അയ്യോ, ചാട്ടയടി കൊണ്ട് എന്റെ പുറമെല്ലാം പൊട്ടിപ്പോകുന്നേ എന്നല്ല കരഞ്ഞത്. തലയിൽ മുൾമുടി വെച്ചത് കൊണ്ട് തലവേദന സഹിക്കാൻ വയ്യേ എന്നല്ല പറഞ്ഞത്. കയ്യിലും കാലിലും ആണി അടിച്ചുകൊണ്ട് അതിന്റെ വേദന ഭയങ്കരമാണ് എന്നല്ല പറഞ്ഞത്. യേശു നിലവിളിച്ചൊരു നിലവിളി എല്ലാവർക്കും അറിയാം. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ആ നിലവിളിയുടെ അർത്ഥം എന്താണെന്ന് അറിയാമോ? പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ നമുക്ക് കഴിവില്ല, എങ്കിലും മനസ്സിലാകുന്നിടത്തോളം ഞാൻ പറയുകയാണ്. ഞാനും നിങ്ങളും നിത്യമായി ദൈവത്താൽ എന്നേക്കും കൈവിടപ്പെട്ട് നരകത്തിൽ അനുഭവിക്കേണ്ട വേദന, നിത്യകാലം പാപികളായ നാം ദൈവത്താൽ ത്യജിക്കപ്പെട്ട് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ നരകത്തിൽ അനുഭവിക്കണമായിരുന്നു. ആ വേദന, that pain of being forsaken of God eternally, നിത്യകാലം നാം അനുഭവിക്കേണ്ട വേദന യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ സഹിച്ചു. കേവലം ശരീരത്തിൽ അനുഭവിച്ച വേദന മാത്രമല്ല, അതിനേക്കാൾ വലിയ വേദന. അതുകൊണ്ടാണ് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നത്. യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാപിയായി ഞാൻ എൻ്റെ പാപത്തിന് നിത്യകാലം ദൈവത്താൽ ത്യജിക്കപ്പെട്ട് നരകത്തിൽ അനുഭവിക്കേണ്ട വേദന യേശുവിന്റെ ക്രൂശ് മരണത്തിൽ യേശുക്രിസ്തു സഹിച്ചു. അതാണ് ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ പ്രത്യേകത. ഈ ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടി യേശുക്രിസ്തു മരിച്ചു. Christ died for all the sinners in this world. He died for all the drunkards in this world. He died for all the drug addicts in this world. He died for all the pornographic addicts in this world. He died for all the thieves in this world. He died for all the immorals in this world. He died for all the liars in this world. He died for you and he died for me. നാം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് പാപികളായ നമുക്ക് എല്ലാവർക്കും വേണ്ടി യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. നമ്മുടെ ശിക്ഷ, നമ്മുടെ നരകവേദന ക്രിസ്തു സഹിച്ചു. മരിച്ചു തീർന്നില്ല, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ ക്രിസ്തുവാണ് പറയുന്നത്, എൻ്റെ അടുക്കൽ വരിക.
അതാണ് അവന് വിളിക്കാനുള്ള യോഗ്യത. വേറെ ആരും നമ്മുടെ പാപം പരിഹരിക്കാൻ വന്നിട്ടില്ല, വേറെ ആരും നമ്മുടെ ശിക്ഷ സഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വേറെ ആർക്കും നമ്മുടെ ഭാരം മാറ്റാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് വേറെ ആർക്കും നമ്മുടെ പാപം മോചിക്കാൻ പറ്റാത്തത്. അവൻ മാത്രമേ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ സഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പാപത്തെ ക്ഷമിക്കുവാനുള്ള ക്വാളിഫിക്കേഷൻ അവനുണ്ട്. ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി. എന്നിട്ട് അവരോട് ഒരു കാര്യം പറഞ്ഞു. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ ഇത് പറയുന്നുണ്ട്. അതിന്റെ വിശദ വിവരങ്ങൾ ലൂക്കോസ് 24-ലും പറയുന്നുണ്ട്. നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി ഇത് പ്രസംഗിക്കണം. എന്താ പ്രസംഗിക്കേണ്ടത്? യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇനി സ്വർഗത്തിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ ഭൂമിയിലൊക്കെ പോയി ഇത് പ്രസംഗിക്കണം. എൻ്റെ പർവ്വത പ്രസംഗം പ്രസംഗിക്കണമെന്നല്ല, ശത്രുക്കളെ സ്നേഹിപ്പീൻ എന്നുള്ള സന്ദേശം എല്ലായിടത്തും അറിയിക്കണമെന്നല്ല. അതൊക്കെ അറിയിക്കണം, നല്ലതാണ്. പക്ഷെ യേശു പറഞ്ഞെന്താണെന്നറിയാമോ? ഈ ഭൂമിയിലൊക്കെയും പോയി നിങ്ങൾ സകല ജാതികളിലും പ്രസംഗിക്കണം. എന്ത് പ്രസംഗിക്കണം? ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം. ലൂക്കോസ് 24:45 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ലൂക്ക് 24 സ്റ്റാർട്ടിങ് ഫ്രം വേഴ്സ് 46, 46 മുതലുള്ള വാക്യങ്ങൾ. യേശു പറയാണ്, നിങ്ങൾ ലോകമൊക്കെയും പോണം. പോയിട്ട് യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ചു മരിച്ച കാര്യം പ്രസംഗിക്കണം. എന്തിനാ അത് പ്രസംഗിക്കുന്നത്? അതിൽ വിശ്വസിച്ചാൽ, ആ ക്രിസ്തുവിൽ ശരണപ്പെട്ടാൽ അവർക്ക് പാപമോചനം ലഭിക്കും. അവിടെ വേറൊരു കാര്യം കൂടി യേശു പറഞ്ഞു, മാനസാന്തരവും പാപമോചനവും. മാനസാന്തരം എന്ന് പറയുന്നത് മനസ്സിനുണ്ടാകുന്ന അന്തരമാണ്. ഇറ്റ് ഈസ് എ ടേണിംഗ് അവേ ഫ്രം സിൻ ടു ഗോഡ്. പാപത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കുള്ള തിരിവാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്തു പറയാണ്, നിങ്ങൾ ലോകത്തിലെല്ലാം പോയി സകല ജാതികളോടും ഇത് പറയണം, സകല മനുഷ്യരോടും പറയണം. എന്ത് പറയണം? യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു. നിങ്ങളുടെ പാപങ്ങളെ വിട്ട് അവങ്കലേക്ക് തിരിഞ്ഞ് നിങ്ങൾ അവനെ വിശ്വസിച്ചാൽ, അവന്റെ അടുക്കൽ വന്നാൽ അവർക്ക് പാപമോചനം ലഭിക്കും. ഇത് നിങ്ങൾ എല്ലായിടത്തും പോയി പറയണം. പ്രിയപ്പെട്ടവരെ, ഇതാണ് നാം ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷ. എനിക്കിത് തന്നെ ഇനിയും പറഞ്ഞുകൊണ്ടിരുന്നാൽ കൊള്ളാമെന്ന് എനിക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട്, അതുപോലെ പറയാൻ കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. എന്നാൽ വിടുന്നതിന് മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞു, കം അൺടു മീ, എൻ്റെ അടുക്കൽ വരിക. നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായ നിലയിൽ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്? എങ്ങനെയാ യേശുവിൻ്റെ അടുക്കൽ വരേണ്ടത്? നിന്റെ പാപത്തെക്കുറിച്ചുള്ള ബോധത്തോടുകൂടെ, എൻ്റെ പാപവഴികളെ ഞാൻ വിട്ട് നിങ്ങളിലേക്ക് ഞാൻ തിരിയുന്നു എന്നുള്ള ആ മാനസാന്തര ബോധത്തോടുകൂടെ. പ്രിയപ്പെട്ടവരെ, മാനസാന്തരം എന്ന് പറയുന്നത് ഞാൻ ഇനി ഒരു പാപം ചെയ്യുകയില്ല എന്ന് ദൈവത്തോട് പറയുന്നതല്ല. ഞാൻ നാളെ മുതൽ കുടി നിർത്തിക്കോളാം എന്ന് പറയുന്നതല്ല. ഞാൻ നാളെ മുതൽ പോർണോഗ്രാഫിക് സൈറ്റ്സ് ഒന്നും കാണത്തില്ല എന്ന് പറയുന്നതല്ല. നമ്മളെ കൊണ്ടത് ഒക്കത്തില്ല, നമ്മെ കൊണ്ടത് സാധിക്കില്ല. പിന്നെന്താ മാനസാന്തരം എന്ന് പറയുന്നത്? ലോർഡ്, I am willing to turn away from sin and I am willing to turn to you. പാപത്തിന്റെ വഴികളെ വിടുവാൻ എനിക്ക് മനസ്സുണ്ട്. അത് വിടാനുള്ള കഴിവെനിക്കില്ല. പക്ഷേ ആ പാപത്തിന്റെ വഴികൾ എനിക്കിനി വേണ്ട. അത് സംബന്ധിച്ച് പാപത്തെക്കുറിച്ചുള്ള എൻ്റെ മനോഭാവത്തിന് മാറ്റം വരുന്നു. ആ പാപത്തെ വിട്ട് ദൈവത്തിങ്കിലേക്ക് ഞാൻ തിരിയുന്നു. I am willing to forsake my sin and turn to you, O God. That is repentance. പാപത്തിന്റെ വഴികളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് ഞാൻ തിരിയുന്നു. ഞാൻ ചോദിക്കട്ടെ, മുമ്പോട്ട് പോകുന്നതിന് മുൻപ്, നിങ്ങൾ എത്ര പേര്, നിങ്ങളുടെ സഭ ഏതാ, മതമേതാ, അതൊന്നും ഇവിടെ വിഷയമല്ല. നിങ്ങൾ എത്ര പേര് ഞാൻ ദൈവമുൻപാകെ കുറ്റക്കാരനായ ഒരു പാപിയാണ്, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശുക്രിസ്തുവാണ് ശിക്ഷ അനുഭവിച്ചത്, അവനാണ് രക്ഷകൻ, ആ ബോധ്യത്തോടുകൂടെ എൻ്റെ ദൈവമേ, പാപത്തിന്റെ വഴികളെ വിട്ട് നിന്റെ അടുക്കൽ
ഇതാ ഒരു പാപിയായി ഞാൻ രക്ഷയ്ക്ക് വേണ്ടി വരുന്നു. ഐ കം ടു യു ഓ ഗോഡ് ആസ് എ റിപ്പന്റന്റ് സിന്നർ, സീക്കിംഗ് യുവർ ഫൊർഗിവ്നെസ് ഫോർ മൈ സിൻസ്, ബിലീവിംഗ് ദാറ്റ് യു ഡൈഡ് ഫോർ മീ, യു ആർ മൈ സേവിയർ. നീ എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ ശിക്ഷ നീ അനുഭവിച്ചു. അതുകൊണ്ട് എൻ്റെ പാപത്തിൻ്റെ വഴികളെ വിട്ട് നിങ്കലേക്ക് ഞാൻ തിരിയുന്നു കർത്താവേ. നിന്റെ അടുക്കൽ പാപക്ഷമയ്ക്കായി ഞാൻ വരുന്നു. അങ്ങനെ നിങ്ങളിലുള്ള ഇവിടെ ഇരിക്കുന്ന എത്ര പേരങ്ങനെ വന്നിട്ടുണ്ട്? ഈ വാക്കുകൾ കേൾക്കുന്നവരിൽ എത്ര പേര് തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിലാകട്ടെ, ചർച്ചിൽ വെച്ചോ, വീട്ടിൽ വെച്ചോ, വഴി വെച്ചോ, പ്രസംഗം കേട്ടപ്പോഴോ, നിങ്ങളോടൊരാൾ സംസാരിച്ചപ്പോഴോ എപ്പോഴെങ്കിലും ആകട്ടെ, എന്നാൽ പാപിയായി ഞാൻ എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി യേശു കർത്താവിൽ ശരണപ്പെടുന്നു, എന്നെ രക്ഷിക്കണം കർത്താവേ. ഈ പാപബോധത്തോടുകൂടെ, പാപവഴികളെ വിട്ട് നിങ്ങളിലേക്ക് ഞാൻ തിരിയുന്നു എന്നുള്ള ബോധത്തോടുകൂടെ യേശുക്രിസ്തുവിൽ പാപങ്ങളുടെ മോചനത്തിനായി ശരണപ്പെടുവാൻ നിങ്ങൾ എത്ര പേര് കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്? അങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഹാസ് ദർ ബീൻ എ ഡേ ഇൻ യുവർ ലൈഫ് when you felt sorry for your sin and you turned away from your sin and you came to the Lord Jesus asking his forgiveness for your sin? ഇന്ന് രാത്രി വരെയും ആ ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല, നിന്റെ പാപങ്ങൾക്ക് മോചനമുണ്ടായിട്ടില്ല, നീ പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കുവാൻ നരകത്തിലേക്ക് പോകുന്ന ഒരാളാണ്. എന്നാൽ ഇന്ന് രാത്രി ആദ്യത്തെ വാക്ക് കം. യേശു വിളിക്കുകയാണ്, വരിക. ഏത് പാപിക്കും വരാം, എത്ര വലിയ കുറ്റക്കാരനും വരാം, എത്ര തെറ്റുകാരനും വരാം, എത്ര അശുദ്ധനും വരാം, സ്ത്രീക്ക് വരാം, പുരുഷന് വരാം, ബാലന് വരാം, ബാലികയ്ക്ക് വരാം, പ്രായമുള്ളവർക്ക് വരാം, മഹാപാപങ്ങൾ ചെയ്തിട്ടുള്ളവർക്ക് വരാം, ആർക്കും വരാം, എല്ലാവർക്കും വരാം. നീ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്റെ ഹൃദയത്തിൽ നീ വന്നാൽ മതി. എഴുന്നേറ്റ് ഇവിടെ വരണമെന്നില്ല, യെരുശലേമിൽ പോകേണ്ട കാര്യമില്ല. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ ഞാനൊരു പാപിയാണെന്നുള്ള ബോധത്തോടുകൂടെ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിച്ച നിന്നിൽ എൻ്റെ പാപങ്ങളുടെ മോചനത്തിനായി ഇന്ന് രാത്രി ഞാൻ ശരണപ്പെടുന്നു. പാപിയായ എന്നെ രക്ഷിക്കണം. ഈ പ്രാർത്ഥന നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുമ്പോൾ ആ നിമിഷം കർത്താവ് നിനക്ക് ആശ്വാസം തരും, നിന്റെ പാപഭാരം മാറ്റും. പ്രിയപ്പെട്ടവരെ, അതാണ് രക്ഷ. That is what it means to come to the Lord Jesus. Come to him as a sinner. Come to him in repentance, turning away from your sin and putting your trust in Christ, crying unto him, asking him to forgive you a sinner. അനേക ആളുകളും അങ്ങനെ ഒരു അനുഭവം വന്നിട്ടുള്ളവരായിരിക്കും ഇവിടെ ഉള്ളവരിൽ. അങ്ങനെ വരാത്തവരിന്ന് രാത്രി തന്നെ ആ അനുഭവത്തിലേക്ക് കടന്നു വരണം. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ആ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? രണ്ടാമത്തെ വാക്ക് കർത്താവ് പറഞ്ഞു, കം. രണ്ടാമത്തെ വാക്ക് എൻ്റെ നുകം ഏൽക്കുക. നുകം എന്ന് പറയുന്നത് അടിമത്വത്തെ കാണിക്കുന്നതാണ്, കൺട്രോളിനെ കാണിക്കുന്ന വാക്കാണ്. കം അണ്ടർ മൈ കൺട്രോൾ. എൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ നിന്റെ കഴുത്ത് കുനിച്ചു കൊടുക്കുക. നുകം, പണ്ട് കാലത്തൊക്കെ നുകം കാളകളുടെ മേൽ വെക്കുന്നതാണ് നുകം എന്ന് പറയുന്നത്. കാളയെ പൂട്ടാനായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പുറത്ത് നുകം വെക്കും. ആ നുകം വഴിയാണ് യജമാനൻ കാളയെ കൺട്രോൾ ചെയ്യുന്നത്. കാളയുടെ മുതുകത്ത്, കഴുത്തിൽ നുകം വെക്കുകയാണ്. കർത്താവ് പറയാണ്, എൻ്റെ അടുക്കൽ വരിക, എന്നിൽ വിശ്വസിക്കുക, പാപമോചനം പ്രാപിക്കുക, രക്ഷ പ്രാപിക്കുക. എന്നിട്ട് അതോട് ചേർന്ന് നടക്കേണ്ട ഒരു കാര്യം, നിന്റെ ജീവിതം എനിക്ക് കീഴ്പ്പെടുത്തുക. Submit yourselves to me. Yield your neck so that I can place my yoke upon you. നുകമേൽക്കുക എന്ന് പറഞ്ഞാൽ നിയന്ത്രണത്തിന് വിധേയപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം. കർത്താവ് രക്ഷിക്കുന്ന എല്ലാവരും ആ നിമിഷം മുതൽ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്, ലോർഡ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ്, കീഴ്പ്പെട്ട് ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പാപത്തിന്റെ വഴിയെ നീ വിട്ടു, നിന്റെ അടുക്കൽ വന്നു. ഇനി പാപത്തിന്റെ വഴിയെ നീ പോകാൻ പാടില്ല. ഇനിയുള്ള കാലം എൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ നീ ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, അതാണ് ക്രിസ്തീയ ജീവിതം. അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. First is coming to him, that is the experience of salvation. And the second is yielding your life to him. That is a life where you acknowledge the lordship of Jesus Christ in your life. യേശു ക്രിസ്തുവിന്റെ അധികാരം, അവന്റെ അതോറിറ്റി, അവന്റെ മാസ്റ്ററി നിന്റെ ജീവിതത്തിൽ നീ അംഗീകരിച്ച് അവന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം. ഞാൻ ബൈബിളിൽ നിന്ന് തന്നെ ഒരു ഉദാഹരണം ഇതിന് പറയട്ടെ.
നിങ്ങൾ പിന്നെ വായിച്ചു നോക്കിയാൽ മതി. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യഹൂദന്മാര് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും എന്നുള്ള ഭീതിയിലായിരിക്കാം വന്നത്. എന്നാൽ യേശു അവളോട് പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക മീൻസ് യു ക്യാൻ ഗോ ഫ്രീ, ഐ ഫർഗിവ് യു. നിന്റെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, നിനക്ക് പോകാം. എന്തൊരാശ്വാസമാണല്ലേ. കുറ്റം വിധിക്കപ്പെട്ട ഒരാള്, ഒരുപക്ഷെ കല്ലെറിഞ്ഞ് തന്നെ കൊല്ലപ്പെടാൻ സാധ്യതയുള്ള ഒരാളോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, പോകാമെന്ന് പറയുന്നത് എന്തൊരു വലിയ ആശ്വാസമാണ്. തുള്ളിച്ചാടി വീട്ടിൽ പോകാം. എന്നാൽ ആ കൂട്ടത്തിൽ യേശു ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്താ? പോക എന്ന് മാത്രമല്ല പറഞ്ഞത്, ഇനി പാപം ചെയ്യരുത്. അപ്പൊ പോക എന്ന് പറഞ്ഞപ്പോൾ അവളുടെ കഴുത്തിലുണ്ടായിരുന്ന പാപത്തിന്റെ നുകം, ദ ബർഡൻ ഓഫ് സിൻ, കർത്താവ് എടുത്തു മാറ്റി. The Lord Jesus removed the burden of sin from her back. എന്നിട്ട് ഉടനെ he placed another burden on her. He placed another yoke on her. What is that? Sin no more. അവളുടെ പാപത്തിന്റെ, കുറ്റബോധത്തിന്റെ, ശിക്ഷയുടെ നുകം അവളുടെ കഴുത്തിൽ നിന്ന് എടുത്തു മാറ്റി. നിനക്ക് പോകാം, പക്ഷേ വേറൊരു നുകം ഞാൻ നിന്റെ മേൽ വെക്കുകയാണ്. ഇനി നീ നിയന്ത്രണ വിധേയമായി ജീവിക്കണം. കഴിഞ്ഞ കാലത്ത് ജീവിച്ചതുപോലെ ജീവിക്കരുത്. പാപത്തിന്റെ വഴികളിൽ ജീവിക്കരുത്. ഇനി ശിഷ്ടായുസ് എന്റെ നിയന്ത്രണത്തിന് കീഴിൽ, പാപത്തിന് കീഴിലല്ല, എന്റെ നിയന്ത്രണത്തിന് കീഴിൽ ജീവിക്കണം. ഇന്ന് രാത്രി കർത്താവ് നമ്മോടെല്ലാവരോടും പറയുന്നതാണ്. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ് ഇനി എങ്ങനെയാലും ജീവിക്കാമെന്നല്ല. നിന്റെ പാപങ്ങളൊക്കെ മോഹിച്ചു നീ സ്വർഗത്തിൽ പോകുന്നുണ്ട്, ഇനി എങ്ങനെയും ജീവിച്ചോ അല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപമോചനം പ്രാപിക്കുന്ന ജീവിതം മാത്രമല്ല, ആ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവ് യേശുക്രിസ്തുവാണ്. അവൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ, അവൻ്റെ അധികാരത്തിന് കീഴിൽ, അവൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ഞാൻ ജീവിക്കുമെന്ന് പറയുന്ന ജീവിതമാണ്. അപ്പൊ പിന്നീടുള്ള ജീവിതം കർത്താവിൻ്റെ ഹിതപ്രകാരമുള്ള ജീവിതമായിരിക്കണം. ഞാൻ ഒരു വിശദീകരണം ഇവിടെ പറയാൻ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നാം രക്ഷിക്കപ്പെടുമ്പോൾ, ദൈവമക്കളാകുമ്പോൾ കർത്താവിൻ്റെ അടുക്കൽ പാപമോചനത്തിനായി വരുന്നു എന്നുള്ളത് ശരി. എന്നാൽ ആ നിമിഷത്തിൽ ദൈവം നമ്മുടെ ഉള്ളിൽ ഒരു വലിയ വേല ചെയ്യുകയാണ്. God performs a great transformation within us the moment we come to Christ. ക്രിസ്തുവിന്റെ അടുക്കൽ നീ പാപമോചനത്തിനായി വരുന്ന നിമിഷത്തിൽ നിന്റെ ഉള്ളിൽ ദൈവം വലിയൊരു വേല ചെയ്യുകയാണ്. നിന്നെ ഒരു പുതിയ ആളാക്കി മാറ്റുകയാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാത്രേ. ഒരു പാരഫ്രേസിൽ പറയുന്നത്, if any man be in Christ, he is a brand new person. നമ്മൾ പറയുമല്ലോ ബ്രാൻഡ് ന്യൂ കാറാണ് എന്നൊക്കെ പറയുന്നതല്ലേ. He becomes a brand new person. പുതിയ ഒരാളായി തീരുക. എന്താ പുതിയ ആളെന്ന് പറഞ്ഞാൽ? പുതിയ ആളെന്ന് പറഞ്ഞാൽ പുതിയ സ്വഭാവം, പുതിയ നേച്ചർ, പുതിയ പ്രകൃതി, പുതിയ ഹൃദയം കിട്ടിയ ആളെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ ഒരാൾ വന്ന് വാസ്തവമായി ദൈവവൈതലായി തീർന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ്, നിന്റെ പ്രകൃതിക്ക് മാറ്റം വരുന്നു, നിന്റെ ഇൻട്രസ്റ്റിന് മാറ്റം വരുന്നു, നിന്റെ താല്പര്യങ്ങൾക്ക്, നിന്റെ ഡിസയേഴ്സിന്, നിന്റെ ആഗ്രഹങ്ങൾക്ക്, നിന്റെ സ്വഭാവത്തിന്, നിന്റെ ടേസ്റ്റിന്, നിന്റെ അഫെക്ഷന് വ്യത്യാസം വരുന്നു. ഇത് ദൈവം എല്ലാവരുടെയും ഉള്ളിൽ ചെയ്യുന്ന ഒരു ജോലിയാണ്. പ്രസംഗങ്ങളുടെ പ്രഭുവായ C.H. സ്പർജൻ എന്ന് പറയുന്ന മഹാനായ ഒരാളുണ്ടായിരുന്നു. നിങ്ങൾ പലരും അദ്ദേഹത്തിന്റെ പേര് കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഒരു സ്ഥലത്ത് ഒരു ബക്കറ്റിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ നല്ല ആഹാരം വെച്ചിരിക്കുന്നു, നല്ല ഭക്ഷണം വെച്ചിരിക്കുന്നു. മറ്റൊരു കൂടയിൽ അല്ലെങ്കിൽ പാത്രത്തിൽ ചീഞ്ഞു നാറിയ ഗാർബേജ് വെച്ചിരിക്കുന്നു, അഴുക്ക്, വേസ്റ്റ് വെച്ചിരിക്കുന്നു. ഒരു പന്നിയെ നിങ്ങൾ തുറന്നു വിട്ടാൽ ഈ പന്നി ഏതിലേക്ക് പോകും? നല്ല ആഹാരത്തിൻ്റെ അടുത്തോട്ടല്ല പോകുന്നത്. അത് പോകുന്നത് ആ ഗാർബേജ് തിന്നാനായിട്ടാണ്, അഴുക്ക് തിന്നാനായിട്ടാണ് ആ പന്നി ഓടിപ്പോകുന്നത്. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ നേച്ചർ അങ്ങനെയാണ്, അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു വിദ്യ കൊണ്ട് ഈ പന്നിയെ മനുഷ്യനാക്കി നമ്മൾ മാറ്റിയെന്ന് വിചാരിക്കുക. ഒക്കുന്ന കാര്യമല്ല,
വെറും ഉദാഹരണമാണ്. യു ട്രാൻസ്ഫോം ദാറ്റ് പിഗ് ഇൻ ടു എ ഹ്യൂമൻ ബീയിങ് ബൈ സം ഡിവൈസ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ പന്നി ഉടനെ ആ ഗാർബേജ് വിട്ടിട്ട് നല്ല ആഹാരം ഉള്ള ആ പാത്രത്തിന്റെ അടുത്തോട്ട് ഓടും. ഇനി ഈ ഗാർബേജ് വേണ്ട. കാരണം ഇപ്പൊ ലഭിച്ചിരിക്കുന്ന പുതിയ പ്രകൃതി നല്ല ആഹാരം ഇഷ്ടപ്പെടുന്ന പ്രകൃതിയാണ്. എ ന്യൂ നേച്ചർ ദാറ്റ് ലവ്സ് ഗുഡ് ഫുഡ്. കാരണം മനുഷ്യനായി തീർന്നു. അതുമാത്രമല്ല, ദാറ്റ് പിഗ് വിൽ ബി അഷെയിംഡ് ഓർ ദാറ്റ് മാൻ വിൽ ബി അഷെയിംഡ് ഓഫ് ഈറ്റിംഗ് ദ ഗാർബേജ്. കഴിഞ്ഞ കാലത്ത് അയ്യോ ഞാൻ ഈ അഴുക്കൊക്കെയാണോ വാരി തിന്നത്, എൻ്റെ പൊന്നെ എന്തോരഴുക്കായത്, ഇതാണോ ഞാൻ ഒരു 5 മിനിറ്റ് മുമ്പ് വരെ വാരി തിന്നതെന്ന് ഓർത്ത് അവന് ലജ്ജയും തോന്നും. ഇനി ഒരിക്കലും അങ്ങോട്ട് പോകണ്ട എന്ന് മാത്രമല്ല, അയ്യോ ഞാൻ അതെല്ലാം തിന്നുപോയല്ലോ എന്നുള്ള മനപ്രയാസവും ഉണ്ടാകും. ഇനി അവന് ഇഷ്ടം ഈ നല്ല ഭക്ഷണം കഴിക്കുന്നതാണ്. അതിൻ്റെ കാരണം അവൻ്റെ പ്രകൃതി വ്യത്യാസപ്പെട്ടു, അവൻ്റെ നേച്ചർ വ്യത്യാസപ്പെട്ടു. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിൻ്റെ അനുഭവം കാണിക്കാനായിരിക്കണം സ്പർജൻ ഈ ഉദാഹരണം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ നിന്റെ രക്ഷകനായി നീ അംഗീകരിക്കുമ്പോൾ, പാപമോചനത്തിനായി അവൻ്റെ അടുക്കൽ വന്ന് എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിൽ വരണം എന്ന് നീ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? കർത്താവ് നിന്റെ ഉള്ളിൽ വരുമെന്ന് മാത്രമല്ല, he makes you into a new person. He transforms you. നിന്റെ ജീവിതത്തെ അവൻ രൂപാന്തരപ്പെടുത്തും. പുതിയ ഇൻട്രസ്റ്റ്, പുതിയ ടേസ്റ്റ് നിനക്ക് തരും. പാപത്തോടുള്ള നിന്റെ മനോഭാവത്തിന് മാറ്റം വരും. ദൈവത്തെക്കുറിച്ചുള്ള നിന്റെ കോൺസെപ്റ്റിന്, നിന്റെ ചിന്തയ്ക്ക് മാറ്റം വരും. ദൈവ കൽപ്പനകളെ കുറിച്ചുള്ള നിന്റെ ചിന്തയ്ക്ക് മാറ്റം വരും. രക്ഷിക്കപ്പെടാത്ത ഒരാളുടെ കാര്യം ഒന്ന് എടുത്തേ. ഒരാള് ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ല, നിങ്ങളുടെ ഒരു സ്നേഹിതനെന്ന് തന്നെ വിചാരിക്കുക, ആരെങ്കിലും ആകട്ടെ, നമുക്ക് പരിചയമുള്ള ഒരാള്. അയാൾക്ക് ദൈവ വഴി നടക്കണമെന്ന് വല്ല ആഗ്രഹമുണ്ടോ? പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. മോശമായ കാര്യങ്ങൾ കാണുക, മോശമായ ജോക്സ് ഒക്കെ ക്രാക്ക് ചെയ്യുക, തെറ്റായ ഇടങ്ങളിൽ പോവുക, തെറ്റായ സ്വഭാവങ്ങൾ പാലിക്കുക, അതിനൊന്നും യാതൊരു വിഷമവും പ്രത്യേകിച്ച് തോന്നുന്നില്ല. ഞാൻ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണം, ദൈവ വഴിയിൽ, വിശുദ്ധിയുടെ വഴിയിൽ നടക്കണം, ഒന്നുമില്ല. ഇങ്ങനെയുള്ള തെറ്റുകളെല്ലാം ചെയ്താലും he doesn't care. ചീത്ത പറയുന്നു, ചീത്ത കാണുന്നു, ചീത്ത സംസാരിക്കുന്നു. രക്ഷിക്കപ്പെടാത്ത ഒരാൾക്ക്, നമ്മുടെയൊക്കെ സ്നേഹിതന്മാരും അയൽക്കാരും ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ, അവർക്കതൊരു വിഷയമേ അല്ല. നുണ പറഞ്ഞു, കാശുണ്ടാക്കാൻ നുണ പറഞ്ഞു. നുണ പറഞ്ഞ അവനായിട്ട് മനപ്രയാസമുണ്ടോ? ഇല്ല. പണ്ടൊരാൾ പറഞ്ഞാൽ ഓണത്തിനും സംക്രാന്തിക്കും ഓരോ സത്യം പറയും, ബാക്കി ജീവിതം മുഴുവൻ നുണയാ പറയുന്നത്. അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലാണ് അവരുടെ. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ, പുതിയവനായാൽ, അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു മാറ്റം എന്താണെന്നറിയാമോ? അവന്റെ നേച്ചറിന് മാറ്റം വന്നതുകൊണ്ട് അവന്റെ ഇൻട്രസ്റ്റിന് മാറ്റം വന്നു. പണ്ട് മോശമായി കൂട്ടുകെട്ടിൽ പോകാനായിരുന്നു ഇഷ്ടം. ഇപ്പോ ദൈവമക്കളോടുള്ള കമ്പനി അവന് ഇഷ്ടം വരുന്നു. ഹി ലവ്സ് എ ന്യൂ ഹോളി അസോസിയേഷൻ. പാപത്തോടുള്ളവന്റെ മനോഭാവത്തിന് മാറ്റം വരുന്നു. ഞാൻ ഒരു വാക്യം നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരാളുടെ സ്വഭാവം എന്താണെന്ന് യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്. 1 John chapter 3 അതിന്റെ 9-ാം വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയുമില്ല. അടുത്ത വാക്യം, ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. വളരെ ക്ലിയർ, ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരുത്തൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിട്ടുണ്ടോ, ദൈവവൈതലാണോ എന്ന് ഇതിനാൽ അറിയാം. ഏതിനാൽ അറിയാം? അവൻ പള്ളിയിൽ പോകുന്നതിനാൽ അറിയാമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പള്ളിയിലെല്ലാവരും പോകും. പിന്നെ ഏതിനാൽ അറിയാം? അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, അവൻ പാപം ചെയ്യുകയില്ല. പിന്നെ താഴെ പറഞ്ഞിരിക്കുന്നു, അവൻ നീതി പ്രവർത്തിക്കും, സഹോദരനെ സ്നേഹിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു പാപവും അവൻ ചെയ്യുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഇവിടെ പാപം ചെയ്യുന്നില്ല എന്നുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. ഹി ഡസന്റ് ഹാബിച്വലി കണ്ടിന്യൂ ഇൻ സിൻ എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. സിൻഫുൾ ലൈഫ് സ്റ്റൈൽ അവൻ ഫോളോ ചെയ്യുകയില്ല എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോ ഒരുവൻ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു തെളിവ്,
ഒരു പാപവും ചെയ്യുന്നില്ലെന്നല്ല. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടവരാണ് ഇവിടെ പലരും, അല്ലേ? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് എത്ര പാപം നമ്മൾ ചെയ്തിട്ടുണ്ട്, അല്ലേ? ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, തെറ്റായി ചിന്തിച്ചിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. തെറ്റുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടവന്റെ ജീവിതത്തിൽ ഒരു തെറ്റും വരികയില്ലെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഹി വിൽ നോട്ട് കണ്ടിന്യൂ ഹാബിച്വലി ഇൻ എ ലൈഫ് ഓഫ് സിൻ. ഒരു സിൻഫുൾ ലൈഫ് സ്റ്റൈൽ, പാപകരമായ ജീവിത ശൈലിയിൽ അവൻ തുടരുന്നില്ല. അതാണ് പാപത്തോടുള്ളവന്റെ മനോഭാവത്തിന് വ്യത്യാസം വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്ന അനേക ആളുകളുണ്ട്. ഏതെങ്കിലും കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നു കാണും, അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടതാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. രക്ഷിക്കപ്പെട്ട ആരെയും രക്ഷിക്കപ്പെട്ട അല്ലാതാക്കാനല്ല ഞാൻ ഈ പ്രസംഗം പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ പരിശോധനയൊന്നും നടത്തുന്നത് നല്ലതാണ്. ഹാസ് ദർ ബീൻ എ ചേഞ്ച് ഇൻ യുവർ ആറ്റിറ്റ്യൂഡ് ടു സിൻ ബിക്കോസ് ഓഫ് whatever you call salvation? രക്ഷയെന്ന് നിങ്ങൾ വിളിക്കുന്ന എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് പാപത്തോടുള്ള മനോഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ? എന്താ പാപത്തോടുള്ള മനോഭാവത്തിൽ മാറ്റം എന്ന് പറഞ്ഞാൽ, പാപം ജീവിതത്തിൽ വരുന്നുണ്ടായിരിക്കാം, വീഴ്ച വരുന്നുണ്ടായിരിക്കാം. എന്നാൽ അങ്ങനെ വരുമ്പോൾ അയ്യോ അത് ശരിയല്ലല്ലോ, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു, അയ്യോ ഇത് ഭയങ്കരമായി പോയല്ലോ, ഞാൻ ആ തെറ്റിൽ അകപ്പെട്ടു പോയല്ലോ, ഞാൻ വേണ്ടാത്ത അത് കണ്ടുപോയല്ലോ, ഞാൻ കൂട്ടുകാരുടെ പ്രേരണയ്ക്ക് വഴങ്ങി ആ കാര്യം ചെയ്തു പോയല്ലോ, ഇത് വലിയ കുഴപ്പമായി പോയി, ഓ ലോർഡ് ഐ എം റിയലി സോറി, പ്ലീസ് ഫർഗിവ് മീ, പ്ലീസ് ഹെൽപ്പ് മീ. അങ്ങനെ ഒരു നിലവിളി നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നുണ്ടോ? ഞാനൊന്നുകൂടെ വ്യക്തമാക്കട്ടെ. നീ പാപം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം. രക്ഷിക്കപ്പെട്ടാലും പാപം ചെയ്യരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ പാപത്തിൽ നാം വീട് പോകുന്നുണ്ടായിരിക്കാം. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരുവന്റെ ജീവിതത്തിൽ പാപം വന്നാൽ ഹി ഈസ് സെൻസിറ്റീവ് ടു സിൻ. പാപത്തോടുള്ള ബന്ധത്തിൽ അവനത് പെട്ടെന്ന് മനസ്സിലാകും. മാത്രമല്ല അവൻ്റെ ഹൃദയത്തിൽ ദുഃഖമുണ്ടാകും. അയ്യോ ഞാൻ അരുതാത്തതാണല്ലോ ചെയ്തു പോയത്, ഞാൻ ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊന്നും ശരിയല്ലല്ലോ, അത് ദൈവത്തിന് പ്രസാദകരമല്ലല്ലോ, ദൈവമേ എനിക്ക് രക്ഷപ്പെടാൻ ഒക്കുന്നില്ല, എന്നെ ഒന്ന് സഹായിക്കണേ എന്നുള്ള നിലവിളി നിന്റെ മനസ്സിൽ നിന്നുണ്ടാകും. രക്ഷിക്കപ്പെടാത്തൊരുത്തനോ അവന് പാപം ചെയ്താലും പ്രത്യേകിച്ചൊരു വ്യത്യാസവും ഇല്ല. അവന്റെ ലൈഫ് സ്റ്റൈൽ പാപത്തിന്റെ ലൈഫ് സ്റ്റൈലാണ്. രക്ഷിക്കപ്പെട്ട ഒരാളുടെ ലൈഫ് സ്റ്റൈൽ വിശുദ്ധമായ ലൈഫ് സ്റ്റൈലാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് പാപത്തിൽ വീണ് പോകുന്നുണ്ടായിരിക്കാം, പക്ഷേ അവനതിൽ ദുഃഖിക്കുകയാണ്, അവനതിൽ നിന്ന് മടങ്ങി വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ മനോഭാവത്തിന് വ്യത്യാസം വന്നിട്ടുണ്ടോ? ദൈവത്തെക്കുറിച്ച് പാപത്തെക്കുറിച്ചുള്ള മനോഭാവത്തിന് വ്യത്യാസം വന്നിട്ടുണ്ടോ? പുതിയൊരു നേച്ചർ നിങ്ങൾക്കുണ്ടോ? പാപത്തെ വെറുക്കുന്ന, വിശുദ്ധിയെ സ്നേഹിക്കുന്ന ഒരു നേച്ചർ ഉണ്ടോ? ചിലപ്പോൾ പാപം ചെയ്തു പോകുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ വിശുദ്ധിക്കെതിരായ കാര്യങ്ങളിലൊക്കെ പല പരപ്രേരണ കൊണ്ടോ കൂട്ടുകാരുടെ കൊടുക്കുമ്പോഴൊക്കെ തെറ്റിൽ അകപ്പെട്ടു പോകുന്നുണ്ടായിരിക്കാം. അത് വേറൊരു വിഷയം. എന്നാൽ നിന്റെ പ്രകൃതിയിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടോ? ഒരുവൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. വേറെയും തെളിവുകളുണ്ട്. നീ ഏത് അസോസിയേഷനാണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിൽ വായിച്ചു, നീതി പ്രവർത്തിക്കുക, പിന്നെ സഹോദരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നിന്റെ അഫെക്ഷന് വ്യത്യാസം വന്നു. പണ്ട് ലോകപ്രകാരം ഡേർട്ടി ജോക്സ് ക്രാക്ക് ചെയ്യുന്ന കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടക്കാനായിരുന്നു നിനക്ക് ഇഷ്ടം. യു വർ ഡിലൈറ്റിംഗ് ഇൻ ഇറ്റ്. അതിൽ നിനക്ക് സന്തോഷമായിരുന്നു. എന്നാൽ നീ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ദൈവമക്കളോടുള്ള കമ്പനി, ആത്മീയ കാര്യങ്ങൾ നടക്കുന്നിടത്ത് പോകാനുള്ള ആഗ്രഹം അത് നിനക്കുണ്ടോ? ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. നിന്റെ ആപ്പിറ്റൈറ്റിന് വ്യത്യാസം വരും. പന്നിയുടെ ആപ്പിറ്റൈറ്റിന് വ്യത്യാസം വന്നാൽ കണ്ടോ? മനുഷ്യനായപ്പോൾ എന്ന് പറഞ്ഞ പോലെ അശുദ്ധി ഫീഡ് ചെയ്യാനല്ല, നല്ല കാര്യത്തിൽ ഫീഡ് ചെയ്യുവാൻ, ദൈവത്തിന്റെ വചനം വായിക്കാൻ. ചിലപ്പോൾ അതിൽ കുഴപ്പം വരുന്നുണ്ടായിരിക്കാം, അത് വേറൊരു കാര്യം. എന്നാൽ ദൈവവചനം വായിക്കാൻ, ദൈവീക കാര്യങ്ങൾ കേൾക്കാൻ, ദൈവീക കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുള്ളതായ ഒരു താല്പര്യം നിന്റെ മനസ്സിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒരുവൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് അവൻ്റെ നേച്ചറിൽ, അവൻ്റെ ആറ്റിറ്റ്യൂഡിൽ, അവൻ്റെ ആഗ്രഹങ്ങളിൽ, അവൻ്റെ അഫെക്ഷൻസിൽ വ്യത്യാസം വന്നു എന്നുള്ളതാണ്. ആ വ്യത്യാസം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഞാൻ അവസാനിപ്പിക്കണമല്ലോ, മുമ്പോട്ട് പെട്ടെന്ന് പോയി അവസാനിപ്പിക്കട്ടെ. ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടവര് തെറ്റുകൾ ജീവിതത്തിൽ വരുന്നുണ്ടായിരിക്കാം പല നിലകളിൽ. അത് കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയണം. 1 യോഹന്നാൻ 1:9 പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ട ഒരാളുടെ രക്ഷ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല. എന്നാൽ
രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതൽ അവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും നിലയിലുള്ള വീഴ്ച, നോട്ടത്തിലാകട്ടെ, ചിന്തയിലാകട്ടെ, പ്രവൃത്തിയിലാകട്ടെ വന്നു പോയാൽ ഇമ്മീഡിയറ്റ്ലി, ഉടനടി ദൈവസന്നിധിയിൽ അത് ഏറ്റു പറയണം. നീ വീണ്ടും രക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ല. നീ ചെയ്ത തെറ്റ്, കർത്താവേ ഞാൻ തെറ്റായ നിലയിൽ നോക്കിപ്പോയി, അങ്ങനെ നോക്കാൻ പാടില്ലായിരുന്നു, തെറ്റായൊരു ചിന്ത ഞാൻ എന്റർടൈൻ ചെയ്തു, അത് ശരിയായില്ല, ഞാൻ ഏറ്റുപറയുന്നു കർത്താവേ. നീ കർത്താവിനോട് ഏറ്റുപറയുമ്പോൾ നിന്റെ പാപം ക്ഷമിക്കപ്പെടും. ഇനി ആ തെറ്റിൽ വീഴാതിരിക്കാൻ അനുദിനം കർത്താവിൽ ശരണപ്പെട്ട് ദൈവത്തിന്റെ വചനം വായിച്ച് ധ്യാനിച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നീ ജീവിക്കണം. അതാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു പാപവും തെറ്റും ഒരിക്കലും വരാത്ത ജീവിതമല്ല. ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം തെറ്റുകുറ്റങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് നീ ഉണരുകയും നീ കോൺഷ്യസ് ആവുകയും ദൈവസന്നിധിയിൽ ആ തെറ്റ് ഉടനടി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിശുദ്ധിയുടെ പാതയിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുക. അതാണ് ക്രിസ്തീയ ജീവിതം. ഇനി ഒരു വാക്കിനെ കുറിച്ച് പറയാനുണ്ടല്ലോ, അത് പെട്ടെന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. മൂന്നാമത്തെ വാക്ക്, എന്റെ നുകമേൽക്കണം, എന്റെ കർത്തൃത്വത്തിന് കീഴിൽ നീ വരണം. 3, ലേൺ ഓഫ് മീ, ബിക്കം മൈ ഡിസൈപ്പിൾ, ഫോളോ മീ. അതാണ് ക്രിസ്തീയ ജീവിതം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് അവന്റെ ശിഷ്യന്മാരായി, ശിഷ്യകളായി അവന്റെ പിന്നാലെ അനുഗമിക്കണം. ഒരാള് ദൈവവേദലായി തീർന്നു കഴിഞ്ഞാൽ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുകയാണ്. ആ ക്രിസ്തീയ ജീവിതത്തിൽ അവൻ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു എന്നുള്ളത് പരസ്യമായ ലോകത്തിൽ സ്നാനം വഴി ഞാൻ വെളിപ്പെടുത്തുകയാണ്. രക്ഷിക്കപ്പെടാനല്ല സ്നാനപ്പെടുന്നത്, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ലോകത്തിന് മുമ്പിൽ പരസ്യമായി ഞാൻ ക്രിസ്തുവിന്റെ വകയാണ്, ഇനി ലോകത്തിന്റെ വകയല്ല എന്ന് ഞാൻ പരസ്യമായി കാണിക്കുകയാണ്. മാത്രമല്ല, നീ ആത്മീയമായിട്ട് വളരുവാൻ നിന്നെ സഹായിക്കുന്ന ഇതുപോലെയുള്ള മറ്റ് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂടെ നീ കൂട്ടായ്മ ആദരിക്കുകയാണ്. അങ്ങനെയുള്ള ചർച്ചിൽ, അങ്ങനെയുള്ള അസംബ്ലിയിൽ നീ അസോസിയേറ്റ് ചെയ്യുകയാണ്. അവരോട് ചേർന്ന് കർത്താവ് കൽപ്പിച്ച കർത്തൃമേശ, കർത്താവിനെ ഓർക്കുവാൻ കർത്താവ് കൽപ്പിച്ച തിരുവത്താഴം അത് ആചരിക്കുകയും മാത്രമല്ല മറ്റ് വിശ്വാസികളോട് ചേർന്ന്, ഇതേ അനുഭവമുള്ള മറ്റു ദൈവമക്കളോട് ചേർന്ന് ആത്മീകമായ കാര്യങ്ങൾ പഠിച്ച് ദൈവത്തെ ആരാധിച്ച് അവരോട് ചേർന്ന് നീ ക്രിസ്തുവിന്റെ ശിഷ്യനായി മുമ്പോട്ട് പോവുകയാണ്. നോക്കുക, 3 കാര്യങ്ങൾ. ദ ഫസ്റ്റ് തിങ് ഈസ് ടു കം ടു ദ ലോർഡ് ജീസസ്, ദാറ്റ് ഈസ് പുട്ട് യുവർ ട്രസ്റ്റ് ഇൻ ഹിം. ഒന്നാമത്തെ കാര്യം, ക്രിസ്തുവിന്റെ അടുക്കൽ വരിക, അവനിൽ നിന്റെ വിശ്വാസം അർപ്പിക്കുക. 2, നിന്റെ ജീവിതം അവന് കീഴ്പ്പെടുത്തുക. കർത്താവെ, ഇനിയുള്ള കാലം നിന്റെ നിയന്ത്രണത്തിന് കീഴിൽ തോന്നിയതുപോലെ ജീവിക്കുകയല്ല, നിന്റെ കർത്തൃത്വത്തെ മാനിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിന്നോട് ആലോചന ചോദിച്ച് നിന്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കും. ദാറ്റ് ഈസ് yielding to him. 3, follow him as his disciple. കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് മറ്റു ദൈവമക്കളോട് ചേർന്ന് ആത്മീയമായി നീ ജീവിച്ച് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ പരാജയങ്ങളുണ്ടായി എന്ന് വിചാരിച്ച് ആരും നിരാശപ്പെടരുത്. പരാജയങ്ങളില്ലാതെ ജീവിക്കാൻ ശ്രമിക്കണം. എന്നാൽ ഏതെങ്കിലും നിലയിൽ പാപം, തെറ്റ് ജീവിതത്തിൽ വന്നാൽ ഉടനടി ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. ആ കാര്യങ്ങൾ ജീവിതത്തിൽ അതിൻ്റെ മേൽ ജയം നേടുവാൻ ദൈവകൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക, യാചിക്കുക. ദൈവം നിന്നെ സഹായിക്കും. ഇന്ന് രാത്രി ഈ കേട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെ വ്യക്തിപരമായ നിലയിൽ യേശുക്രിസ്തുവിന്റെ അടുത്ത് വന്ന് ദൈവമായൊരു ബന്ധം പാപമോചനത്തിലൂടെ പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ അത് പ്രാപിക്കണം. ദൈവമക്കളായി തീർന്നിട്ടുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയും നിങ്ങൾ ദൈവമക്കളായി തീർന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യണം. പാപത്തിൽ ജീവിച്ചിട്ടും യാതൊരു വിഷമവും ഇല്ല, പാപത്തെ ഇന്നും സ്നേഹിക്കുന്നു, ദൈവത്തോട് സ്നേഹമില്ല എങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒന്നുകിൽ നീ രക്ഷിക്കപ്പെട്ടതല്ല, അല്ലെങ്കിൽ ആത്മീയമായി ഗുരുതരമായ എന്തോ തകരാറ് നിനക്കുണ്ടെന്നാണ് നിന്റെ അർത്ഥം. അങ്ങനെയുള്ളവര് ആ കാര്യം ഞങ്ങളിൽ ആരെങ്കിലുമായിട്ട് സംസാരിച്ച് ആ കാര്യം ക്ലിയർ ചെയ്ത് ദൈവപൈതലാണെന്നുള്ള ഉറപ്പിൽ വേണം ഇന്ന് രാത്രി ഇവിടുന്ന് കടന്നു പോകുവാൻ. നമുക്കെല്ലാവർക്കും കർത്താവിനെ അനുഗമിക്കാം, കർത്താവിനെ പിൻപറ്റാം, അവന്റെ വഴികളിൽ നടക്കാം, ദൈവത്തിന്റെ വചനം വായിക്കുകയും അതനുസരിക്കുകയും അതിൻ പ്രകാരം അനുദിനം ജീവിക്കുകയും ചെയ്യാം. തെറ്റുകൾ വന്നാൽ നിരാശപ്പെടാതെ ആ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഇന്ന് രാത്രി ദൈവം നമ്മോട് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെയും കർത്താവിൻ്റെ അടുക്കൽ വരാത്തവരെ ഇന്ന് രാത്രി വരണം. നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷയാകുന്ന നിത്യനരകം അനുഭവിപ്പാൻ ആരും മുന്നോട്ട് പോകരുത്.
ജീവിതം നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്. നിങ്ങളിരിക്കുന്ന ഇരിപ്പിൽ ദൈവത്തോട് നിലവിളിക്കുക, ദൈവമേ, ഞാനൊരു പാപിയാണ്, എന്നാൽ എൻ്റെ പാപത്തിന് ശിക്ഷ യേശു കർത്താവ് ക്രൂശമരണത്തിൽ സഹിച്ചെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പാപ വഴികളെ വിട്ട് കർത്താവെ, എൻ്റെ പാപങ്ങളുടെ മോചനത്തിനായി നിന്നിൽ ഞാൻ ശരണപ്പെടുന്നു. എന്നെ രക്ഷിക്കണം കർത്താവെ, നീയാണ് എൻ്റെ രക്ഷകൻ. എൻ്റെ ഹൃദയത്തിൽ അവിടുന്ന് കടന്നു വരണം, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണം. നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നുവെന്ന് നീ പറയണം. പ്രിയ ദൈവപൈതലേ, നിന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് കർത്താവിന് കീഴ്പ്പെടുത്തി, കർത്താവെ, എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മതി. നിന്നോട് ആലോചന ചോദിച്ച് നിന്റെ ഇഷ്ടപ്രകാരം ഓരോ ചുവടും വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് ധന്യമായ ക്രിസ്തീയ ജീവിതം. അങ്ങനെയുള്ള ജീവിതത്തിൽ ആശ്വാസമുണ്ട്, അങ്ങനെയുള്ള ജീവിതത്തിൽ റെസ്റ്റ് ഉണ്ട്. ആ ജീവിതം എനിക്ക് വേണം എന്ന് നീ കർത്താവിനോട് പറയണം. മാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം അനുശാസിക്കുന്ന കൽപ്പനകളെ പ്രമാണിച്ച് ദൈവജനത്തോട് ചേർന്ന് ആത്മീകമായി കർത്താവിൻ്റെ ശിഷ്യ എന്ന നിലയ്ക്ക് കർത്താവിനെ അനുഗമിക്കാനായിട്ട് നിന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കണം. ഞങ്ങളുടെ കർത്താവെ, ഇന്ന് രാത്രി ഈ വലിയൊരു സത്യങ്ങൾ ചിന്തിപ്പാൻ ഞങ്ങൾക്ക് എന്ന അവസരത്തിന് ഞങ്ങൾ അവിടുത്തോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സത്യത്തെ പുണരുവാൻ, സത്യത്തെ പിൻപറ്റുവാൻ, മിഥ്യാബോധത്തിൽ ആരും നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച് കളയാതിരിപ്പാൻ, നിന്റെ അടുക്കൽ വന്ന് നിനക്ക് കീഴ്പ്പെട്ട് നിനക്ക് ശിഷ്യപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.